നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെ 7 ജില്ലകളിലാണ് നാളെ വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിലെ മികച്ച പോളിംഗ് ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. ശബരിമല സ്വർണ്ണക്കൊള്ള, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ പരാതികൾ, ദിലീപിന്റെ കുറ്റവിമുക്തി, ജമാഅത്തെ ഇസ്ലാമി ബന്ധം തുടങ്ങി നിരവധി വിവാദ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു. വിവാദങ്ങളാണോ അതോ താഴെത്തട്ടിലെ ജീവൽ പ്രശ്നങ്ങളാണോ വോട്ടായി മാറുക? എന്തായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് കാത്തുവെച്ചിട്ടുണ്ടാവുക? ഈ ചർച്ചയിൽ ഡോക്ടർ മോഹൻ വർഗീസ്, നിരീക്ഷകൻ കെ എസ് അരുൺകുമാർ, CPM ശ്രീ അനിൽ ബോസ്, കോൺഗ്രസ് ശ്രീ ശങ്കുട്ടിദാസ്, BJP എന്നിവർ. ആദ്യം ശ്രീ മോഹൻ വർഗീസ്, ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ കാര്യമായി പൊതുമണ്ഡലത്തിൽ ചർച്ചയാവാത്ത ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് കടന്നു പോകുന്നത്. സ്വാഭാവികമായും ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അടിത്തട്ടിലെ വിഷയങ്ങൾ അതാത് തദ്ദേശ സ്ഥാപനങ്ങളിൽ അതാത് ഇടങ്ങളിൽ ചർച്ചയാവുന്നുണ്ടാവും എന്നുള്ളതിനപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് കാര്യമായി നടന്നില്ല. അതേസമയം തന്നെ വിവാദ വിഷയങ്ങൾ, അറസ്റ്റ്, ക്രൈം ഇത് ധാരാളം ഉണ്ടാവുകയും ചെയ്തു. വിവാദ വിഷയങ്ങളുടെ ഒരു ഉരകല്ലായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറാനുള്ള സാധ്യതയെ താങ്കൾ എത്രമാത്രം കാണുന്നു? എന്താണോ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കേണ്ടത് അതല്ല യഥാർത്ഥത്തിൽ 2025 കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. പ്രചരണത്തിന്റെ കാര്യത്തിലെങ്കിലും അതല്ല സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗ്രാസ് റൂട്ട് ലെവൽ ഇഷ്യൂസ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ തദ്ദേശ വിഷയങ്ങൾ ആഴത്തിൽ പരിശോധിക്കുകയും അതിനുള്ള പ്രതികരണങ്ങൾ തേടുകയും ചെയ്യേണ്ട ഒരു വേദിയാണ്. യഥാർത്ഥത്തിൽ ഒരു പാൻ കേരള ലെവലിൽ വന്ന ഒരു ഇക്കിളിപ്പെടുത്തുന്ന വിഷയങ്ങൾ, അത് രാഹുൽ മാങ്കൂട്ടത്തിനുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ശരി, അഴിമതി വിഷയമായ സ്വർണ്ണപ്പാളി വിഷയമാണെങ്കിലും ശരി, അവസാന നിമിഷം ദിലീപുമായി ബന്ധപ്പെട്ട, ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതി വിധിയാകട്ടെ, ഈ 3 വിഷയങ്ങൾക്കാണ് ട്രാക്ഷൻ ലഭിച്ചത്. അതുകൊണ്ടാണ് ഇതൊരു അൺഫോർച്ചുനേറ്റ് ആണ്. കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യണം എന്ന് കൃത്യമായി സംവിധായകരോട് പറയാൻ രാഷ്ട്രീയ കക്ഷികൾ കഴിഞ്ഞില്ല. മിക്കവാറും ഏതാണ്ട് എല്ലാ ടെലി ഡിബേറ്റുകളും ഈ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലോ അല്ലെങ്കിൽ ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിലോ കേന്ദ്രീകരിച്ചു നിന്നു. ഇവിടെയാണ് യഥാർത്ഥത്തിൽ 73-74 ഭരണഘടനാ ഭേദഗതി എന്താണോ ഉദ്ദേശിച്ചത് അതനുസരിച്ച് അല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോഴെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ നടന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ എത്രത്തോളം പ്രഭാവം ചെലുത്തും, തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എത്രത്തോളം പ്രഭാവം ചെലുത്തും എന്ന് തന്നെ കണ്ടറിയേണ്ട കാര്യവുമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇവിടെ ഈ തെക്കൻ ജില്ലകളുടെ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കഴിഞ്ഞത്. തെക്കൻ ജില്ലയിലാണ് ശബരിമല വരുന്നത്. തെക്കൻ ജില്ലയിൽ നിന്ന് തന്നെ വരുന്നയാളാണ് രാഹുൽ മാങ്കൂട്ടം. എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നയാളാണ് ഈ പറയുന്ന സിനിമാ താരമായ ദിലീപ്. അപ്പോൾ ഈ തെക്കൻ ജില്ലകളിൽ ഈ 3 വിഷയങ്ങളും ഒരുപക്ഷെ എത്രത്തോളം പ്രഭാവം ചെലുത്തി എന്നത് നമുക്ക് വോട്ടെണ്ണൽ കഴിഞ്ഞാൽ മാത്രമേ അറിയൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സൂചന വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ തീരെ മൈന്യൂട്ട് ഗ്രാസ് റൂട്ട് ലെവലിലുള്ള വിഷയങ്ങൾ അതത് തലത്തിൽ സംസാരിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഒരു ത്രെഡ് നൽകാൻ ഒരു പ്രത്യേക വിഷയം, ഒരു പൊളിറ്റിക്കൽ വിഷയം ഉണ്ടായില്ല. അത് പൊളിറ്റിക്കലായി ആക്കിയെടുത്ത മറ്റ് വിവാദ വിഷയങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശരി, അനിൽ ബോസ്, നാളെ എന്നെ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പാണ് ഓർമ്മ വരുന്നത്. നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വോട്ട് ചെയ്യാനുള്ള വരവും തുടർന്നുണ്ടാകുന്ന ആക്ഷൻസും ഒക്കെ ആയിരിക്കുമോ നാളത്തെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടെലിവിഷൻ മൊമെന്റ് അല്ലെങ്കിൽ ഫോട്ടോ ഓപ്പർച്യൂണിറ്റി? അങ്ങനെയാണെങ്കിൽ ഈ വോട്ടെടുപ്പ് എന്നുള്ളതിനേക്കാളും ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്കായിരിക്കും പോവുക. നാളെ നമ്മൾ എന്തൊക്കെ കാത്തിരിക്കണം? അല്ല, അത് ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോവല്ല. നിങ്ങൾക്ക് നാളത്തെ ദിവസം ആഘോഷിക്കാനുള്ളൊരു മാറ്ററായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഗ്രൗണ്ടിലിറങ്ങി, ആദ്യഘട്ടത്തിലൊക്കെ മറ്റൊരു സംസ്ഥാനത്ത് ചുമതലയുമായി ബന്ധപ്പെട്ട് യാത്രയിലായതുകൊണ്ട് എനിക്ക് ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവസാന ഘട്ടത്തിലാണ് വീടാന്തരം കയറുന്ന അടക്കമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ കാണിക്കുന്ന TV ഡിബേറ്റും ഞങ്ങളൊക്കെ വന്നിരുന്ന് ചർച്ച ചെയ്യുന്നതും, അല്ലെങ്കിൽ എന്നെ പോലെയുള്ള മറ്റു പാർട്ടിയുടെയും എൻ്റെ പാർട്ടിയുടെയും അടക്കം ആളുകൾ ചർച്ച ചെയ്യുന്നതൊക്കെ കണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് ധരിച്ച് വശമായിട്ടുണ്ടെങ്കിൽ അത് വളരെ കഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ ഈ കോലാഹലങ്ങളൊക്കെ നടക്കുമ്പോൾ ജനങ്ങൾ മനസ്സൊരുക്കം നടത്തി അവർ വളരെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് TV ഡിബേറ്റോ മാധ്യമ ചർച്ചകളോ ഒന്നും കണ്ടിട്ടല്ല. അതൊന്നും ഒരു പുല്ല് വില പോലും കേരളത്തിലെ പൊതുസമൂഹം കൊടുത്തിട്ടില്ല. കാരണം ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയാണ്. ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉടമകൾക്ക് ഇത് ബിസിനസ്സാണ്. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ശമ്പളം ജോലിയാണ്. അത് ഒരു സെക്കൻഡ്, നിങ്ങളെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾ പബ്ലിക് മീറ്റിംഗ് നടത്തുന്നതും അവിടെ നടക്കുന്ന ചർച്ചകളും പൊതുയോഗങ്ങളും കവലയിൽ നടത്തുന്ന ഇന്ററാക്ഷൻസും ഇതെല്ലാം കൂട്ടിയാണ്. അല്ലാതെ ടെലിവിഷൻ ഡിബേറ്റിൽ എന്ത് വന്നു എന്നുള്ളതല്ല നമ്മുടെ ചർച്ച.
അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ അസ്വസ്ഥമാകണ്ട. ഞാൻ പറഞ്ഞതിനർത്ഥം മനസ്സിലാക്കൂ. ടി വി ഡിബേറ്റിൽ വന്ന് പങ്കെടുക്കുന്ന ഒരാളാണല്ലോ ഞാൻ. ടി വി ഡിബേറ്റിനെ മോശമായി കാണുന്നില്ല. മോശമാകുന്ന തരത്തിലേക്ക് ചർച്ചകൾ വഴിമാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അത് നമ്മൾ പരസ്യമായിട്ട് അംഗീകരിക്കേണ്ട കാര്യമല്ലേ. ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാധ്യമപ്രവർത്തനം എന്നുള്ളത് 30 ദിവസം നിങ്ങൾക്ക് ജോലി ചെയ്യണം. നിങ്ങളുടെ ചാനലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനം പരസ്യത്തിലൂടെയും മറ്റിതര കാഴ്ചക്കാരെ പരമാവധി സൃഷ്ടിച്ചെടുക്കാനുള്ള ടാം റേറ്റ് കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾ കാണിക്കുന്ന പ്രൊപ്പഗണ്ടയ്ക്ക് അനുസരിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ സഞ്ചരിക്കുന്നത് എന്ന് ധരിച്ചു പോകരുതെന്നാണ് എൻ്റെ പക്ഷം. അല്ല, കേരളത്തിലെ ചാനലുകൾക്ക് ഇപ്പോൾ നിങ്ങളുടെ MLA ആയിരുന്ന ആൾ ദുർനടത്തം നടത്തിയാൽ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സ്വാഭാവികമായി അത്തരം കാര്യങ്ങളുടെ MLA അങ്ങനെ ചെയ്താൽ വാർത്തയാവില്ലേ, ചർച്ചയാവില്ലേ? അത്രയേ ഉള്ളൂ. അല്ല, അത് നിങ്ങൾ വാർത്ത കൊടുത്തോണം. അത് ഞങ്ങൾ ഇത് കേൾക്കൂ. അഭിലാഷ് എന്തിനാ അസ്വസ്ഥനാകുന്നത്? ഇതിലെന്താ അസ്വസ്ഥത? ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MLA ദുർനടത്തം നടത്തി. അല്ല, ഞാൻ പറയട്ടെ. ഇല്ല, എനിക്ക് അസ്വസ്ഥതയില്ല. നിങ്ങൾ എന്നെ പറയാൻ അനുവദിക്കുക. ദൈവത്തെ ഓർത്ത് വിളിച്ചിരുത്തിയിട്ട് അവമാനിക്കാതെ. നിലവിൽ ഞങ്ങളുടെ MLA ദുർനടത്തം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ MLA ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയുന്ന ആളുകളൊന്ന് കേൾക്കട്ടെ എന്ന്, എന്നിട്ട് നിങ്ങൾ ചോദിക്കുക. ഞങ്ങളുടെ പാർട്ടിയുടെ MLA ദുർനടത്തം നടത്തിയിട്ടുണ്ടെങ്കിൽ സംഘടനാപരമായി ചെയ്യേണ്ട മുഴുവൻ നടപടികളും ആ MLAക്കെതിരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിയമപരമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ഗവൺമെൻറ്റാണ്, ഞങ്ങളല്ല ഭരിക്കുന്നത്. അത് അവർ ചെയ്യട്ടെ. അവർ ചെയ്യുന്നതിന് നിരുപാധിക പിന്തുണയാണ്. KPC പ്രസിഡന്റ് ഉൾപ്പെടെ ഊമക്കത്തായി വന്ന പരാതി പോലും DGPക്ക് കൊടുത്തത് എത്ര സുതാര്യമായിട്ടാണ്. അന്വേഷിക്കട്ടെ. നിങ്ങൾ തൂക്കിക്കൊല്ല്. ഞങ്ങൾക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. നിങ്ങളങ്ങ് ആഘോഷിച്ചോ. അതിന് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കേണ്ട, അല്ലെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവരോ വിചാരിക്കേണ്ട ഇതെല്ലാം കണ്ടിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. ജനങ്ങൾ നമ്മളെക്കാൾ തിരിച്ചറിവുള്ളവരാണ്. അവർക്കറിയാം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്താണ്, ഈ കഴിഞ്ഞ 9.5 വർഷക്കാലമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, എന്തിനെതിരെ വോട്ട് ചെയ്യണം, വോട്ടിൻ്റെ പ്രാധാന്യം, ഒരായുധത്തേക്കാൾ ആയുധം, നമ്മളിപ്പം മാരകായുധങ്ങൾ എന്ന് പറയുന്ന അങ്ങനെയുള്ള ആയുധത്തിൻ്റെ മൂർച്ചയൊന്നും വേണ്ട. വളരെ പ്രൗഢിയുള്ളതാണ് വോട്ടെന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റിൽ ഒരാളുടെ വോട്ടവകാശം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അത് ചിന്തിച്ച് ചെയ്യാൻ കഴിയുന്ന വലിയ വിദ്യാസമ്പന്നമായ ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്ന് അവർ ഉൾക്കൊണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പണ്ടൊക്കെ തേങ്ങ നമ്മൾ നാട്ടിൽ വീട്ടിൽ ആ കടയിൽ പോയി സാധനം മേടിക്കുമ്പോൾ 1 തേങ്ങ 2 തേങ്ങ 3 തേങ്ങ എടുക്കുന്ന കാലം മാറിയിട്ട് ഇപ്പോൾ കിലോ കണക്കിന് തൂക്കുന്നതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നുണ്ടെന്ന്. വെളിച്ചെണ്ണയ്ക്ക് 500 രൂപ ആയതിനെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നുണ്ടെന്ന്. നമ്മൾ കോട്ടും സൂട്ടും ഇട്ട് നിങ്ങളവിടെയും എന്നെപ്പോലുള്ള ആളുകൾ ഇവിടെയും വന്നിരുന്നാലൊന്നും അടുക്കളയിലെ പ്രശ്നങ്ങൾ മാറില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള വിലക്കയറ്റം ആളുകളെ സംബന്ധിച്ച് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അവരുടെ പോക്കറ്റിൽ നിന്ന് പണമില്ലാതെ 3 നേരം സുഭിക്ഷമായി കഴിച്ചവർ 2 നേരമായി ചുരുങ്ങുമ്പോൾ ദുരഭിമാനം കൊണ്ട് പുറത്തു പറയാത്തൊരു ജനത ഇവിടെ ജീവിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ അവരെ ജീവിത ഗ്രന്ഥിയായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ ആളുകൾ ചർച്ച ചെയ്യും. അതൊക്കെ വിചാരിച്ച് തന്നെയാണ്. പിന്നെ നടക്കുന്ന അഴിമതികളൊക്കെ സഹികെട്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. മനസ്സിലായില്ലേ? മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് എൻഫോഴ്സ്മെന്റിന് നോട്ടീസ് വന്നാൽ അതൊക്കെ ജനങ്ങൾ ജാഗ്രതയോടുകൂടി കാണും. കേരളം ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങൾ പോലൊന്നും അല്ലാന്ന്. മറ്റ് സംസ്ഥാനങ്ങൾ പോലും അല്ല. നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ഇപ്പൊ കിഫ്ബിയെ കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജീവൽ പ്രശ്നങ്ങൾ തന്നെയാണ് ചർച്ചയാവേണ്ടത്. ഓക്കെ, അതാണല്ലോ താങ്കളുടെ പോയി. ഞാൻ അടുത്ത റൗണ്ടിൽ വിശദമായി വരാം. ശ്രീ അരുൺകുമാർ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് എറണാകുളം അടക്കമുള്ള 7 ജില്ലകളിൽ, എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ കഴിഞ്ഞു. ബാക്കി വടക്കോട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് നാളെ. തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ വരും എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ പലതും വന്നു. പക്ഷേ ഏറ്റവും താഴെ തട്ടിലെ ഭരണകൂടങ്ങളെ വിലയിരുത്തുക എന്ന പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾ നിർവഹിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതാത് ഇടങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളെ വിലയിരുത്തും, അവരുടെ പ്രതിനിധികളെ വിലയിരുത്തും, ഭരണാധികാരികളെ വിലയിരുത്തും, ഒപ്പം പൊതുരാഷ്ട്രീയ വിഷയങ്ങളും. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ കഴിഞ്ഞ 9.5 വർഷത്തെ പ്രവർത്തനം കൂടി വിലയിരുത്തിക്കൊണ്ടായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക. അതിനൊരു തംസപ്പ് കിട്ടുമെന്ന് പറയാനുള്ള ആത്മവിശ്വാസം മലബാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് തലേന്ന് താങ്കൾക്കുണ്ടോ? പൂർണ്ണമായും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ആദ്യം തന്നെ ഡോക്ടർ മോഹൻ വർഗീസ് നിരീക്ഷിച്ച ആ നിരീക്ഷണങ്ങളോട് വളരെ സ്നേഹപൂർവ്വമുള്ള ഒരു എതിർപ്പ് രേഖപ്പെടുത്തട്ടെ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഏറ്റവും ഉള്ളിലിറങ്ങി, ഏറ്റവും താഴേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്ന രൂപത്തിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും 1-2 വിഷയത്തിലോ ഉയർന്നു വന്ന ഏതെങ്കിലും രാഷ്ട്രീയ വിഷയത്തിലോ മാത്രം കേന്ദ്രീകരിച്ചിട്ടില്ല. ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ ജീവൽ പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചർച്ച ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക ഭരണകൂടങ്ങളാണല്ലോ, പ്രാദേശിക ഗവൺമെന്റുകളാണ്. അതുകൊണ്ട് പഞ്ചായത്തിന്റെ പ്രവർത്തനം മുതൽ മുകളിലേക്ക് ഗവൺമെന്റിന്റെ പ്രവർത്തനം എല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യുകയും പഞ്ചായത്ത് കൺവെൻഷനുകൾ, വാർഡ് കൺവെൻഷനുകൾ, കുടുംബയോഗങ്ങൾ, 4-5 തവണയുള്ള ഭവന സന്ദർശനം, സ്ഥാനാർത്ഥികളുടെ പൊതുവെയുള്ള പ്രചരണം,
ഓപ്പൺ ജീപ്പിലെല്ലാം ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ തുടർ പര്യടനങ്ങൾ, അതുപോലെ പഞ്ചായത്ത് റാലികൾ, നേതാക്കന്മാർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങൾ, അതുപോലെ വായനശാല ക്ലബ്ബുകളെല്ലാം സംഘടിപ്പിക്കുന്ന മീറ്റ് ദി കാൻഡിഡേറ്റ്, ഓപ്പൺ ഡിബേറ്റ്, അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന നിരവധി അവസരങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഈ നാട്ടിൽ വന്ന മാറ്റം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഒരു ദിവസം 137 വീടുകൾ പണി പൂർത്തീകരിച്ച് താക്കോല് കൊടുക്കുന്നു. UDF തന്നെ, പ്രതിപക്ഷ നേതാവ് തന്നെ അംഗീകരിക്കുകയാണ്, ലൈഫ് പദ്ധതിയുടെ പേരിൽ 4,72,000 വീട് മാത്രമേ LDF ഗവൺമെന്റ് കൊടുത്തുള്ളൂ എന്ന് പറയുമ്പോൾ അത്രയെങ്കിലും അദ്ദേഹം അംഗീകരിച്ചു. ഒരു ദിവസം 120 പേർക്ക് പട്ടയം കൊടുക്കുന്ന ഗവൺമെന്റാണ്. കാരണം ഇത്രയും കഴിഞ്ഞ ഈ 2 ഗവൺമെന്റിന്റെ കാലയളവിൽ 4,20,000 പേർക്ക് പട്ടയം കൊടുത്തു. ഒരു ദിവസം 89 പേർക്ക് സർക്കാർ നിയമനം കൊടുത്തു എന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഗവൺമെന്റാണ്. കാർഷിക രംഗത്ത് വന്ന മാറ്റം, വ്യവസായ രംഗത്ത് വന്ന മാറ്റം, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ വന്ന മാറ്റം, അതുപോലെ എല്ലാ രംഗത്തും നമ്മളെ ആക്ഷേപിച്ചിരുന്നവർ, കടമാണ്, കേരളം കടമെടുത്തിരിക്കുന്നു, ശ്രീലങ്കയാകാൻ പോകുന്നു, ഏറ്റവും കൂടുതൽ കടമുള്ള 14 സംസ്ഥാനങ്ങളുടെ പട്ടിക ഈ രാജ്യത്ത് വരുമ്പോൾ അതിൽ പോലും നമ്മളില്ല. അതുപോലെ പെൻഷൻ കുടിശ്ശികയില്ല, അതുപോലെ സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷം എടുത്ത് പരിശോധിച്ചാൽ വർഗീയ കലാപങ്ങളില്ല, സ്കൂളുകൾ അടച്ചുപൂട്ടിയിട്ടില്ല, ആരോഗ്യരംഗത്ത് വന്നിരിക്കുന്ന വലിയ മാറ്റം, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നും വിറ്റഴിച്ചിട്ടില്ല. അങ്ങനെ വന്നിരിക്കുന്ന എല്ലാ മാറ്റങ്ങളും ജനങ്ങൾ ലൈവായിട്ട് കാണുകയാണ്. അതിൽ ഒന്നാമത് പശ്ചാത്തല വികസന രംഗത്ത് വന്നിരിക്കുന്ന മാറ്റം, തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ദേശീയപാത, ജലമെട്രോ, AI ക്യാമറ, K-ഫോൺ, 55,000 ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയത്, ആരോഗ്യരംഗത്തെ മാറ്റം. രണ്ടാമത് പശ്ചാത്തല വികസന രംഗത്ത് വരുന്ന മാറ്റത്തോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ രംഗത്ത് വന്ന മാറ്റം. ഈ ഗവൺമെന്റ് വരുമ്പോൾ 600 രൂപ പെൻഷൻ, 18 മാസം കുടിശ്ശിക, അതിപ്പോൾ 2,000 രൂപയായി മാറി. 64 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ, 34 ലക്ഷം പേർക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ, 5 ലക്ഷം പേർക്ക് യുവജനങ്ങൾക്ക് പെൻഷൻ. ആകെ ജനസംഖ്യ 3.5 കോടി, 18 വയസ്സിന് മുകളിലുള്ളവരുടെ എണ്ണം 2.25 കോടി. അതിൽ 1,05,00,000 രൂപ പേർ വിവിധ പെൻഷന്റെ ഭാഗമായിട്ട് വരുന്നു. അതോടൊപ്പം തന്നെ വൻകിട വികസന പ്രവർത്തനങ്ങൾ. കല്ലിട്ടാൽ കപ്പലോടില്ലല്ലോ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാചകം നമ്മുടെ മുന്നിലുണ്ട്. എത്രയോ വൻകിട വികസന പ്രവർത്തനങ്ങളാണ് സമയബന്ധിതമായിട്ട് പൂർത്തീകരിച്ചത്. ഇതെല്ലാം ജനങ്ങൾ നോക്കി കാണുകയാണ്, നേരിട്ട് കാണുകയാണ്. ഇത്തരത്തിൽ അത് മാത്രമല്ല, ഇപ്പൊ ഭൂപതിവ് പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള നിയമനിർമ്മാണം, ജപ്തി, കുടിയൊഴിപ്പിക്കലില്ല, 5 സെന്റ് വരെയുള്ള വീടുകൾ ജപ്തി ചെയ്യാൻ പാടില്ലെന്ന നിയമനിർമ്മാണം. അതോടൊപ്പം തന്നെ നിരവധി നമുക്ക് ഒരിക്കലും സാധിക്കില്ലെന്ന് വിചാരിച്ച വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയറക്റ്റ് ഷൂട്ട് നടത്താനുള്ള നിയമനിർമ്മാണം അടക്കം അമാനുഷികമായി പലതും കണ്ടത് കഴിഞ്ഞ 9.25 വർഷമായിട്ട് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ പ്രാദേശികമായിട്ടുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം കണ്ടു തന്നെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. LDF സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ചരിത്രത്തിൽ 2ാം തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വൻ മുന്നേറ്റം സൃഷ്ടിക്കും. ശ്രീ ശങ്കുട്ടിദാസ്, എന്തൊക്കെ വിഷയങ്ങൾ, ഞാൻ താങ്കളുടെ മലപ്പുറത്തൊക്കെ വന്നപ്പോൾ ശബരിമലയൊന്നും കാര്യമായി അങ്ങനെ കത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ വേളയിൽ അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി വന്നത്. കുറെ കൂടി അടിസ്ഥാന വിഷയങ്ങൾ ജനങ്ങൾ സംസാരിക്കുന്നു എന്ന് തോന്നി. കേരളത്തിലൊരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ടോ? എന്താണ് അവസ്ഥ? നോക്കൂ, അങ്ങയുടെ ചോദ്യത്തിലെ ധ്വനി ശബരിമല അല്ലെങ്കിൽ വിശ്വാസം എന്നത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന പ്രശ്നമല്ല എന്നുള്ളതാണ്. ആളുകളുടെ അടിസ്ഥാന വിഷയങ്ങൾ എന്ന് പറയുന്നതിൽ അവരുടെ വിശ്വാസമോ അവരുടെ ഭക്തിയോ അവരുടെ ദേവതകളോടുള്ള അവരുടെ ആരാധനാ മനോഭാവമോ ഒന്നും ഉൾപ്പെടുന്നില്ല എന്നുള്ളത് ഒരു തെറ്റായ ഇടതുപക്ഷ വായനയാണെന്ന് ഞാൻ പറയുള്ളൂ. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല എന്നൊരു പ്രസിദ്ധമായ പ്രയോഗം ഉണ്ടല്ലോ. അതുപോലെയുള്ള വിഷയങ്ങളുണ്ടല്ലോ, ജീവൽ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയാവുന്നത്, അതുപോലത്തെ വിഷയങ്ങളാണ് ഉദ്ദേശിച്ചത്. ഇതും ഒരു വളരെ പ്രധാനമായിട്ടുള്ള വിഷയമാണ്. ഈ കേരളത്തിൽ ഇന്ന് നിങ്ങളുടെ അവതാരികയിലും നിങ്ങളുടെ ആദ്യത്തെ ഊഴത്തിലും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായിട്ട് ഞാൻ വിയോജിക്കുകയാണ്. പൈങ്കിളി വിഷയങ്ങളോ ഇക്കിളി വിഷയങ്ങളോ മാത്രം ചർച്ച ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാത്തൊരു തെരഞ്ഞെടുപ്പല്ല ഇത്. ഇവിടെ 2 പ്രബല മുന്നണികളും അവർ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിട്ടുള്ള അവരുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ദൗർബല്യം ജനങ്ങൾക്ക് മുമ്പിൽ അനാവൃതമായിട്ടൊരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണത്തിന് കീഴിൽ നടക്കുന്ന അഴിമതി, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതിത്വം, അക്രമം എന്നീ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. കേരളത്തിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുടെ വൈകാരിക വിശ്വാസ കേന്ദ്രമായിട്ടുള്ള ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പന്റെ സ്വർണം തന്നെ കക്കാൻ ഇവർ തയ്യാറായി. ഇവർ നിയോഗിച്ചിട്ടുള്ള ഇവരുടെ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഒരു ഗൂഢാലോചന നടത്തി കൃത്യമായിട്ടുള്ള പദ്ധതിയിലൂടെ സ്വർണം മോഷ്ടിച്ചു എന്ന് മാത്രമല്ല 6 വർഷത്തോളം ആ വിവരം മൂടി വെക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായപ്പോൾ മാത്രമേ അത് പുറത്തു വന്നുള്ളൂ. അതുവരെ ആളുകൾക്കെല്ലാം മാന്യന്മാരായിട്ട് നടക്കാനുള്ള സംരക്ഷണം കൂടി ഇവർ ഒരുക്കി കൊടുത്തു എന്ന വിഷയം ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം തന്നെയാണ്.
അതേപോലെ തന്നെ പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഡിവൈഫൈ ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന അക്രമങ്ങൾ, പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും സാധിക്കാത്ത വിഷയങ്ങൾ. നമുക്ക് ഗോവിന്ദ മാഷ്ട വാർഡിൽ അദ്ദേഹത്തിന് ഇത്തവണയും വോട്ട് ചെയ്യാനുള്ള അവസരമില്ല. കാരണം അവിടെ ഏകപക്ഷീയമായിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുറേ കാലമായിട്ട് ഗോവിന്ദ മാഷ് വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വാർത്തയിൽ പറയുന്നത്. എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമങ്ങളിൽ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണ് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യുകയാണ്. അതേപോലെ തന്നെ സ്വജനപക്ഷപാതിത്വവുമായി ബന്ധപ്പെട്ട, അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മുഖ്യമന്ത്രിക്ക് തന്നെ ഇഡിയുടെ നോട്ടീസ് കിട്ടുന്ന, മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന് വിധേയരായി നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണിത്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ എല്ലാ ദൗർബല്യങ്ങളും ഒരേ സമയം അനാവൃതമായിരിക്കുകയാണ്. അതേസമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ ജനിതകമായിട്ടുള്ള ഒരു പെരുമാറ്റ വൈകല്യം അവരുടെ ഏറ്റവും യുവ MLA, അവരുടെ പ്രോമിസിങ് MLA ആയിട്ട്, അടുത്ത നേതാവായിട്ട് അവർ ഉയർത്തി കാണിച്ചിരുന്ന ആളിലൂടെ പുറത്തു വന്നെന്ന് മാത്രമല്ല, അവിടെ ഞങ്ങൾ അയാളെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് ന്യായം പറഞ്ഞ് ഒഴിയാനുള്ള ഒരവസരവും ഇവർക്കില്ല. കാരണം ഈ കാര്യങ്ങളെ പറ്റി എല്ലാം മുൻകൂറായി നല്ല ധാരണയുണ്ടായിരുന്നതിന് ശേഷവും, ഇവരെ പറ്റി പരാതികൾ നേരത്തെ തന്നെ കിട്ടിയതിന് ശേഷവും അതെല്ലാം മൂടി വെച്ചുകൊണ്ട് ഇയാളെ പാലക്കാട് പോലത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ട് നിർത്തി MLA ആക്കി അധികാര സ്ഥാനത്ത് വന്ന് കൂടുതൽ ഇരകളെ സൃഷ്ടിക്കാനുള്ള അവസരം ഇവർ ഒരുക്കി കൊടുക്കുകയാണ്. അവസാനം ഇരകളിലൂടെ വിവരം പുറത്തു വന്നപ്പോൾ മാത്രം മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു നടപടി എടുക്കാൻ ഇവർ തയ്യാറായിട്ടുള്ളൂ. അല്ലാതെ ഇവർക്കിത് അറിയുകയും തടയാൻ സാധിക്കുകയും ചെയ്യുന്ന സമയത്തൊന്നും ഇവരത് ചെയ്തിട്ടില്ല. ഇയാളുടെ മൊമെന്റം ഇവർ ഉപയോഗിക്കുകയായിരുന്നു ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ ആദ്യത്തെ ഈ അവതാരികയിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇവിടെ ആന്റി ഫീലിംഗ് ഇല്ലാത്തത് BJPയോട് മാത്രമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ഫീലിംഗ് മാത്രമാണ്, പ്ലസ് ഫീലിംഗ് മാത്രമാണ്. നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ കഴിഞ്ഞ 10 വർഷത്തിൽ രാജ്യം ആർജിച്ചിട്ടുള്ള വലിയ വികസനവും വലിയ പുരോഗതിയും ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാവുന്ന തെരഞ്ഞെടുപ്പാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും താഴെ തട്ടിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. എൻ്റെ അമ്മ ഇവിടെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ഒരു വാർഡിലെ സ്ഥാനാർത്ഥി കൂടിയാണ്. അപ്പം ഞാൻ ദിവസവും വാർഡിലിറങ്ങി പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ അനുഭവത്തിൽ 1450 1500 ആളുകളുള്ള ഒരു വാർഡിൽ കേന്ദ്ര സർക്കാരിൻ്റെ 2 3 പദ്ധതികളുടെയെങ്കിലും ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുടെ എണ്ണം ഏറ്റവും ചുരുങ്ങിയത് 600 ആണ്. 600 ആളുകളിൽ താഴെ കേന്ദ്ര സർക്കാരിൻ്റെ 2 3 പദ്ധതികളുടെ അനുഭവവേദ്യരായിട്ടില്ലാത്ത ആളുകൾ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ വാർഡിലും 150ഓളം കിസാൻ സമ്മാൻ നിധി കിട്ടുന്ന ആളുണ്ട്. ഓരോ വാർഡിലും 100 കണക്കിന് ഈ പറയുന്ന അന്ന യോജനയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുണ്ട്. ജൽജീവൻ മിഷന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം, ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആന്റി ഇൻക്യുബൻസി ഉണ്ട്. LDF സർക്കാരിനെതിരെ, അവരുടെ ജനദ്രോഹ നയത്തിനെതിരെ ശക്തമായിട്ടുള്ളൊരു വികാരമുണ്ട്. പക്ഷെ എല്ലാ തവണത്തെയും പോലെ ആ വികാരം ഇത്തവണ UDFന് അനുകൂലമാവുന്നില്ല എന്നുള്ളതാണ്. ആന്റി LDF ഫീലിംഗിന്റെ നാച്ചുറൽ ബെനിഫിഷ്യറി UDF ആണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണെന്നുള്ള ചിന്ത ജനങ്ങൾക്ക് ഇല്ല. കാരണം ഇവർ രണ്ടുപോലും ഒരുപോലെ കറപ്റ്റാണ്. നോക്കൂ, ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്തിട്ടുള്ള വിഷയത്തിൽ വിരോധമുള്ള ഒരു ഭക്തൻ എങ്ങനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് വേശ്യാലയത്തെക്കാൾ നീചമാണ്, അവിടെ സംഭാവന കൊടുക്കുന്നത് വേശ്യാലയത്തിന് പണം കൊടുക്കുന്നതിനേക്കാൾ മോശമാണെന്ന് പറയുന്ന മൗദൂദിയൻ ആശയങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന കോൺഗ്രസിന് വോട്ട് കൊടുക്കുക എങ്ങനെയാണ്? രാജ്യത്തിന്റെ സ്വഭാവത്തെ, മതേതര ജനാധിപത്യ സ്വഭാവത്തെ മാറ്റിയിട്ട് ഒരു മതരാഷ്ട്ര സ്ഥാപനം നടത്തണം, ഒരു ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനം നടത്തണം എന്ന് വാദിക്കുന്ന മൗലാന മൗദൂദിയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനുമെതിരെ സായുധമായിട്ടുള്ള വിപ്ലവം സംഘടിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ പേരിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധിച്ചിട്ടുള്ള PFIയുടെ രാഷ്ട്രീയ പാർട്ടിക്കും എല്ലാം പിന്തുണ കൊടുക്കുകയും അവരുടെ പിന്തുണ നിർലജ്ജം സ്വീകരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് എങ്ങനെയാണ് ഈ പറയുന്ന വളരെ പ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നം? ശരി, ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടു. നാളെ വടക്കൻ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പോകണം. ഞാൻ അതിൽ ഓരോന്നിലേക്കും സമയം പോലെ വരാം. ഇവിടെ ശ്രീ മോഹൻ വർഗീസ്, രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാകുമ്പോൾ സാമുദായിക വോട്ടിങ്ങും വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പാറ്റേൺ കണ്ടു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ സമീപകാലത്ത് ഉണ്ടാവുന്ന ഒരു പാറ്റേൺ ആണ്. അത് നിയമസഭയിൽ ആവർത്തിക്കപ്പെടാറില്ല, തദ്ദേശ സ്ഥാപനങ്ങളിലും ആവർത്തിക്കപ്പെടാറില്ല. ശബരിമല വിഷയം പ്രചണ്ഡമായി കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ശ്രീ ശങ്കു പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. വൈകാരികമായി അതിനെ കാണുന്ന ധാരാളം ആളുകൾ കക്ഷിഭേദമന്യേ നമ്മുടെ നാട്ടിലുണ്ട് താനും. അതൊരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് CPM അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാർ സംഘപരിവാർ ആഭിമുഖ്യമുള്ളതാണ് എന്ന മട്ടിലുള്ളൊരു പ്രചരണവും വളരെ ശക്തമായി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു നറേറ്റീവ് പുഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ന്യൂനപക്ഷ വോട്ടുകൾ പതിവിൽ കവിഞ്ഞ് ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നു പോകും എന്ന തരത്തിലുള്ള ചർച്ചയുണ്ട്. അതുകൂടാതെ UDFന്റെ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഇപ്പോൾ ഇവിടെ ചങ്കു സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ ഉണ്ട്. ഈ വിഷയങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കും? ആരായിരിക്കും അതിന് ബെനിഫിഷ്യറി? അത് നമുക്കിപ്പോൾ ഒരു ക്ലിയർ കട്ടായിട്ട് പറയാൻ കഴിയുന്ന സാഹചര്യത്തിലാണോ അതോ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണോ? ഇല്ല, അതൊരു ഏർലി സ്റ്റേജ് ആണ് ശ്രീ അഭിലാഷ്. അതൊരു വളരെ ഏർലി സ്റ്റേജ് ആണ്. സൂചനകൾ വ്യക്തമാണ്, പക്ഷേ അതെങ്ങനെയാണ് പാൻ ഔട്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. ഇവിടെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഈ സമുദായ വോട്ടുകൾ, പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ വോട്ട്
പരമ്പരാഗതമായി സിംഹഭാഗവും LDF-ൽ പോൾ ചെയ്തിരുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും BJP-യിലേക്കോ മറ്റ് പാർട്ടികളിലേക്കോ സ്വാംശീകരിക്കപ്പെടുമോ? ഇതിൻ്റെ ഏർലി സൂചനകൾ 2020 കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും കാണുകയുണ്ടായി. അത് വർദ്ധിച്ച രൂപത്തിൽ ഇവിടെ കാണുമോ? അതുകൊണ്ട് കൊല്ലം ജില്ലയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആലപ്പുഴ ജില്ലയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്, തിരുവനന്തപുരം ജില്ലയുടെ വടക്കൻ ഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്, അവിടുത്തെ പഞ്ചായത്തുകൾ ഉൾപ്പെടെ എന്ത് രീതിയിലുള്ള മാറ്റമുണ്ടാകും എന്ന് സാഗൂതം കാണേണ്ടതാണ്. അതാണ് ഒരു ട്രെൻഡ്. 2, ഇവിടെ ഈ മുസ്ലിം പ്രീണന നയം ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ അത് മാറ്റിവെച്ചതിന് ശേഷം കുറച്ചുകൂടി ഒറിജിനൽ വോട്ട് ബാങ്കായ സമുദായങ്ങളെ കൂടെ നിർത്തുന്ന ഒരു ഇടതുപക്ഷത്തിൻ്റെ മാറിയ ചിന്ത കണ്ടു. അതേസമയം തന്നെ മുസ്ലിം വോട്ടുകൾ ഒരു പരിധിവരെ, അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടാണെങ്കിലും മുസ്ലിം ലീഗിൻ്റെ വോട്ടാണെങ്കിലും അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ വോട്ടാണെങ്കിലും ആര് കൊണ്ടുവരുന്ന വോട്ടാണെങ്കിലും അതിൻ്റെ ഒരു നല്ല പങ്ക് UDF-ലേക്ക് സമാഹരിക്കുന്നതിൻ്റെ സൂചനകളും കാണുന്നു. അത് മലബാർ ഇപ്പോ താങ്കൾ പറഞ്ഞതുപോലെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന വിഭാഗങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമം മുസ്ലിം വോട്ടുകളെ ഏലിയനേറ്റ് ചെയ്യാൻ LDF-ന്റെ സാഹചര്യത്തിൽ ഉള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പോളറൈസിംഗ് ആയിട്ടുള്ള സംഭാഷണങ്ങൾ വലിയ തോതിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചർച്ചയാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ ഒരു ചെറിയ നിരാകരണം കൊണ്ട് പോലും തള്ളി പറയുന്നില്ല CPM-ഓ മുഖ്യമന്ത്രിയോ എന്നുള്ളത് അവിടെ റിപ്പർക്കഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ളൊരു ധ്രുവീകരണം ഉണ്ടായാൽ ഇപ്പോൾ കേരളത്തിൽ ഒരു 25-30% മുസ്ലിം വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടിയില്ലെങ്കിൽ മൂന്നാം ഭരണം ഉണ്ടാവുമോ? ഇല്ലല്ലോ. ഇല്ല, വലിയ നിർണായകമാണ്. കാരണം ഒരേപോലെ ശക്തിയുള്ള 2 കമ്മ്യൂണിറ്റീസ്, ഒന്ന് ഈഴവ കമ്മ്യൂണിറ്റി, 2 മുസ്ലിം കമ്മ്യൂണിറ്റി, ഏതാണ്ട് 26-27% വീതം കേരള ജനസംഖ്യയിലുള്ളതാണ്. 2 കമ്മ്യൂണിറ്റികളും ചേർത്ത് വരുമ്പോൾ കേരള ജനസംഖ്യയുടെ പകുതി വരും. ഈ 2 വിഭാഗങ്ങൾ പരസ്പരം പോളറൈസ്ഡായി നിൽക്കുന്നു. ആ ഒരു പോളറൈസേഷൻ ആരുടെ ആവശ്യം? ഇത് മനഃപൂർവ്വമായി അങ്ങനെ ചെയ്തു എന്ന രീതിയിലുള്ള ആരോപണമല്ല ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. മറിച്ച് അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ അടിയൊഴുക്കുകൾ എന്താണ്, റിപ്പർക്കഷൻസ് എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാണുന്നതിൻ്റെ ഒരു ആവർത്തനം ഇപ്പോൾ സംസ്ഥാന ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡിയിലും കണ്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഡ്രസ് റിഹേഴ്സലായി അതിനെ രാഷ്ട്രീയ കക്ഷികൾ കാണാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്ന മറ്റൊരു ആരോപണം കൂടിയിട്ട്, അതാണ് 3ാമത്തെ ഡയമെൻഷൻ. ആ 3ാം ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ UDF സംവിധാനത്തെ മാറ്റി നിർത്തേണ്ടത് LDF-ന്റെ ആവശ്യമാണ്, BJP-യുടെ ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു ഭാവനയുണ്ട്, ഒരു അന്തർധാര, CPM-ന്റെ ഉന്നത നേതൃത്വവും BJP-യും തമ്മിലൊരു അന്തർധാരയുണ്ട്. ചില മണ്ഡലങ്ങളിലെങ്കിലും പരസ്പരം വളരെ ദുർബലമായ കാൻഡിഡേറ്റിനെ നിർത്തുന്നു എന്ന് തെളിയിക്കാനാവാത്തൊരു കാര്യമാണ്. ഇതേക്കുറിച്ച് എങ്ങനെയാണ് ഇത് പാൻ ഔട്ട് ചെയ്യുന്നത് എന്നത് റിസൾട്ട് വരുമ്പോൾ മാത്രമേ. അങ്ങനെ എന്തെങ്കിലും ഏർലി സൂചനകളുണ്ടോ? ഇവിടെ സൂചനകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഗ്രാമപഞ്ചായത്തിൽ അത് പ്രകടമല്ല. കാരണം അവിടെ പൂർണ്ണമായ രാഷ്ട്രീയ അടിസ്ഥാനത്തിലല്ല തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതേസമയം ജില്ലാ പഞ്ചായത്തുകളിൽ, കോർപ്പറേഷനിൽ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കേരളം സാഗൂതം വീക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പലതരം പോളറൈസേഷൻ, അതാണ് ഡ്രസ് റിഹേഴ്സൽ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപിലുള്ള ഏറ്റവും ഉരകല്ല് തന്നെയാണ്. പ്രധാനപ്പെട്ടത് ഫൈനലായ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. തീർച്ചയായും ഇപ്പോൾ പഞ്ചായത്ത് വാർഡുകൾ ഷാനിൽ ബോസ് പല വിഷയങ്ങളുണ്ടാകും. പക്ഷെ നോക്കൂ, ഇപ്പോൾ 6 കോർപ്പറേഷനുകളിൽ 5ഉം LDF ആണ് ഭരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ 11 ഉണ്ട്. ആ നിലയിൽ നമ്മളതിനെ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ പരിച്ഛേദമായി നോക്കിയാൽ എത്ര ജില്ലാ പഞ്ചായത്തുകൾ കിട്ടുന്നു, എത്ര കോർപ്പറേഷനുകൾ കിട്ടുന്നു എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ UDF-നെ സംബന്ധിച്ച് ആത്മവിശ്വാസത്തോടു കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ 3 കോർപ്പറേഷനെങ്കിലും പിടിക്കുക, പകുതി 7 ജില്ലാ പഞ്ചായത്തെങ്കിലും ജയിക്കുക എന്നുള്ളത് അനിവാര്യമല്ലേ? ആ നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? മൂന്നാമതൊരു ശക്തിയായി BJP അവിടെ നിൽക്കുന്നു, NDA അവിടെ നിൽക്കുകയും ചെയ്യുന്നു. പൊതുവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ കാലത്തും LDF-നൊരു മേൽക്കൈ ഉണ്ടാകുക സ്വാഭാവികമാണ്. വലിയ മാർജിൻ ഞങ്ങളുമായിട്ട് വരാറുണ്ട്. ആ യാഥാർത്ഥ്യം ഞാൻ അംഗീകരിക്കുന്ന ഒരാളാണ്. അതിന് പലവിധ കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മുൻകാലങ്ങളിലൊക്കെ സംഭവിക്കുക, കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി സീറ്റുകൾ വിഭജിക്കുമ്പോഴും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോഴും ഒക്കെ വലിയ പടലപ്പിണക്കങ്ങൾ, തർക്കങ്ങൾ, റിബലുകളുടെ എണ്ണം, പാർട്ടി നിയന്ത്രിച്ച് നിർത്താൻ കഴിയാത്ത ഒരുപാട് മത്സരങ്ങൾ മുന്നണിക്കകത്തും ഉണ്ടാകാറുണ്ട്, പാർട്ടിക്കകത്തും ഉണ്ടാകാറുണ്ട്. അത്തരം കാര്യങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ വിജയത്തെ ബാധിച്ചിട്ടുണ്ട്. അത് മുൻകാല അനുഭവമാണ്. പക്ഷേ ഇത്തവണ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അതിലൊരു 90% പ്രശ്നങ്ങളും ഞങ്ങൾക്ക് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രാദേശികമായി തന്നെ അതാത് സ്ഥലങ്ങളിൽ വാർഡ് സ്ഥാനാർത്ഥികളെ, ബ്ലോക്ക് സ്ഥാനാർത്ഥികളെ, ജില്ലാ സ്ഥാനാർത്ഥികളെയൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. വളരെ പരിമിതമായ ഇടപെടലുകളാണ്. ഒറ്റപ്പെട്ട ശബ്ദങ്ങളില്ലെന്നോ അല്ലെങ്കിൽ മുന്നണിയിലോ പാർട്ടിയിലോ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നോ
ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ മുൻകാലങ്ങളിൽ ഒരു 40% സ്ഥലത്തും തർക്കമാണെങ്കിൽ അതൊരു 2% ഒതുങ്ങിയെന്ന വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. അതുതന്നെയാണ് പാർട്ടി ലീഡർഷിപ്പിൻ്റെ തലയിലേക്ക് പാവഭാരം വരാതെ തന്നെ പ്രാദേശികമായിട്ടുള്ള ലീഡർഷിപ്പ്, സാധാരണ സ്റ്റേറ്റ് ജില്ലാ ലീഡർഷിപ്പിൻ്റെ ഇടപെടൽ എപ്പോഴും വരും. ചിഹ്നം കൊടുക്കേണ്ട ദിവസമൊക്കെ നെട്ടോട്ടമാണ്, അങ്ങനെയൊക്കെ വരാറുണ്ട്. പക്ഷേ ഇക്കുറി അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതെല്ലാം ഞങ്ങൾക്ക് കാലയെ കൂട്ടി മുന്നണിയിലും പാർട്ടിയിലും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള കാൻഡിഡേറ്റ് ഫിക്സേഷൻ അത് മുൻകൂട്ടി തീരുമാനിക്കാൻ കഴിഞ്ഞു. മറ്റൊന്ന്, ഞങ്ങൾ മുന്നൊരുക്കം നടത്തിയിട്ടുണ്ട്. മുൻപ് ഒരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത മുന്നൊരുക്കം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു അഭിലാഷ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട മുഴുവൻ കോൺഗ്രസ് നേതാക്കൾക്കും പഞ്ചായത്തുകൾ, വാർഡുകൾ, ബ്ലോക്കുകൾ ചുമതല നിശ്ചയിച്ച് നൽകി. അസംബ്ലിയിൽ പ്രത്യേകം ചുമതലക്കാരെ വെച്ചു, ജില്ലകളിൽ ചുമതലക്കാരെ വെച്ചു. ഞങ്ങൾ വീട് വീടാന്തരം കയറി. അറിയാമോ, ഞങ്ങളൊരു 80% ഭവന സന്ദർശനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കി ഇക്കുറി. അങ്ങനൊന്നും ഒരു കോൺഗ്രസിന് ചരിത്രമില്ലാന്ന്. ഞങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള സമ്മേളനങ്ങൾ, കുടുംബ സംഗമങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് തല്ലിക്കൂട്ടി നടത്തുന്ന ഒരു പ്രോസസ്സിനപ്പുറം വളരെ ഗൗരവമായി കാലയെക്കൂട്ടി ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നത് വലിയ ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഒരു മുന്നേറ്റം കോൺഗ്രസിനും UDFനും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ താഴെത്തട്ടിൽ മുന്നൊരുക്കം നടത്തുന്നതിലും പ്രവർത്തകരെ സജ്ജമാക്കുന്നതിലും സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, അത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏത് ഘട്ടം എടുത്താലും അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അവിടെയാണ് മറ്റൊന്ന്, CPM പോലൊരു പാർട്ടി കേഡർ പാർട്ടിയാണ്. മേളിൽ നിന്നൊരു കാര്യം പറഞ്ഞാൽ അതിന് തിരുവായ്ക്ക് എതിർവായില്ല അംഗീകരിക്കുന്നിടത്ത് എൻ്റെ ആലപ്പുഴയിലൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, മുട്ടനടിയാണ്, കൂട്ടയടിയാണ്. ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരാണ് CPM വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത്. പരസ്പരം പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുകയാണ്, ആയുധമെടുത്ത് അടരാടുകയാണ്. ഉദാഹരണങ്ങൾ വേണമെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അത് ഒരു സ്ഥലത്ത് മാത്രമല്ല, ഒരു ജില്ലയിൽ മാത്രമല്ല, പല ജില്ലകളിൽ. അതൊക്കെ CPMൽ ഈ മൂടി വയ്ക്കപ്പെട്ടിരുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും അത് പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല. പരസ്യമായി ഏരിയ കമ്മിറ്റി മെമ്പർക്കെതിരെ, അല്ലെങ്കിൽ ഏരിയ സെക്രട്ടറിക്കെതിരെ, അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ, ലോക്കൽ കമ്മിറ്റി മെമ്പർ, അങ്ങനെ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്നവരടക്കം പരസ്യമായി യോഗം ചേർന്ന് പരസ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നടത്തുന്ന 100 ഉദാഹരണങ്ങൾ എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പോൾ അത് അവർക്കില്ലാത്തതും ഞങ്ങളിൽ പലപ്പോഴും കണ്ടിരുന്നതുമായ ഒരു കാര്യമാണ്. എന്നാൽ ഞങ്ങൾ ഇത്തവണ അതിലൊക്കെ ഒരുപാട് അച്ചടക്കമുള്ള ഒരു സംവിധാനത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു. അതിനൊരു പ്രധാന കാരണമുണ്ട്. ജനങ്ങളുമായി സമ്പർക്കപ്പെടുമ്പോൾ, ഒരു സെക്കൻഡ് അഭിലാഷേ, ഇതൊന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ജനങ്ങളുമായി സമ്പർക്കപ്പെടുമ്പോൾ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നൊരു ബോധ്യമുണ്ട്. ഞങ്ങൾ വീട് കയറിയപ്പോൾ, ഞാൻ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും CPMന് ആധിപത്യമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഒരാളോ വെള്ള ഷർട്ടും മുണ്ടും ഇട്ട് നടക്കുന്ന ഒരാൾക്കോ വോട്ട് ചെയ്യാൻ അവസരം കിട്ടാത്തൊരു പഞ്ചായത്താണ് കൈനഗരി. നിങ്ങൾ ആ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കൈനഗരി പഞ്ചായത്തിൽ എനിക്ക് ചുമതല വന്നു. എനിക്ക് മറ്റ് സ്റ്റേറ്റിൽ ചുമതലയുള്ള അതേ സമയത്ത് എനിക്കൊരു പഞ്ചായത്തിൻ്റെ ചുമതല വന്നു. അതിൽ 15 വാർഡുള്ളിടത്ത് 10 വാർഡിലും ഞാൻ ഉൾപ്പെടെ വീട് കയറി തീർത്ത സ്ഥലങ്ങളാണ്. ഞങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ ഇറങ്ങി ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് എനിക്ക് നേർബോധ്യമുള്ള കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് മാത്രം ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരു പാർട്ടിക്ക് വേണ്ടി 10, 20, 30 വോട്ടുകൾ ചെയ്ത മാർക്സിസ്റ്റുകാരെ എനിക്ക് നേരിട്ടറിയാം. അവർ പറഞ്ഞത് ഞങ്ങൾ കള്ളവോട്ട് ചെയ്യും, നിങ്ങളുടെ ഉള്ള വോട്ട് കൂടി ഞങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇക്കുറി ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഒരു വോട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നാണ് പറഞ്ഞത്. അപ്പം ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ കൃത്യമായൊരു ഫീലിംഗ് കൊടുക്കാൻ കഴിഞ്ഞു. ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ സ്റ്റേണായിട്ട് നിന്നാൽ ഞങ്ങളെ ഇഷ്ടപ്പെടാത്ത, ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമല്ലാത്ത ഇടതുപക്ഷ മുദ്രാവാക്യവും അവർക്ക് വേണ്ടി നിരവധി കള്ളവോട്ടുകളും ചെയ്ത ആളുകൾ അവരുടെ ഉള്ള വോട്ട് UDFന് ചെയ്യാൻ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് തെറ്റായ നയങ്ങൾക്കെതിരെയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു, വീട് കൊടുത്തതിനെ കുറിച്ച്, പിന്നെ റേഷൻ അല്ല, ഒരു സെക്കൻഡ് എനിക്ക് സമയം തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. റേഷൻ സമ്പ്രദായത്തെക്കുറിച്ച്, അന്ത്യോദയെക്കുറിച്ച്, അന്നയോജനയെക്കുറിച്ച്, ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച്, ഇതൊക്കെ പറയാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും UPA ഗവൺമെന്റിനും അല്ലാതെ ആർക്ക് അവകാശം? ശരി, ക്ലെയിംസ് ഉണ്ട്. എനിക്ക് K. അരുൺകുമാർ, ഇവിടെ ഇപ്പോൾ സർക്കാരിന്റെ വിലയിരുത്തലിന്റെ കാര്യം ഞാൻ നേരത്തെ ചോദ്യത്തിൽ ഉന്നയിക്കുകയുണ്ടായി. താങ്കൾ അതിന്റെ മറുപടിയും പറഞ്ഞു. ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ക്ഷേമ പെൻഷൻ കൂട്ടിയതിന് ശേഷം നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് എന്ന് മാത്രമല്ല, നവംബർ മാസത്തിൽ 3600 രൂപ കൊടുക്കുകയും ചെയ്തു. നമ്മൾ ഈ പഴയ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്യാഷ് ബെനിഫിറ്റ് സ്കീമുകളൊക്കെ വലിയ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാക്കിയതിൻ്റെ ഒരു അനുഭവമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവേശമോ ഒക്കെ ഉണ്ടാവാം സ്വാഭാവികമായിട്ടും. ഇവിടെ ഇപ്പോൾ അങ്ങനെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ കഴിയുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞു എന്ന നിലയിൽ പറയാൻ കഴിയുന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഇവിടെ നിരവധിയായി ചൂണ്ടിക്കാണിച്ച, കോൺഗ്രസും BJPയും ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളുണ്ടല്ലോ, മാക്രോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്.
അപ്പോൾ അത് വരുമ്പോൾ ജനങ്ങൾ എങ്ങനെയായിരിക്കും വോട്ട് ചെയ്യുക? അത് വരുമ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് വോട്ട് ചെയ്യുക എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2020 ഡിസംബർ മാസം 16 കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നത്. താങ്കൾ ഇടയ്ക്ക് ചൂണ്ടിക്കാണിച്ചു 6 കോർപ്പറേഷൻ 5 LDF, 941 ഗ്രാമപഞ്ചായത്തിൽ 600ഓളം ഗ്രാമപഞ്ചായത്ത് LDF, 14 ജില്ലാ പഞ്ചായത്തിൽ 11 LDF, മുനിസിപ്പാലിറ്റി ബ്ലോക്ക് ആധികാരികമായിട്ടുള്ള വിജയം LDFന് നേടാൻ കഴിഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി കേരളം ഭരിക്കുമ്പോൾ ആ മുന്നണിക്ക് അനുകൂലമായി തന്നെ തദ്ദേശ ഭരണത്തിലേക്ക് 5 തലത്തിലേക്കും ആ മുന്നണി വിജയിക്കുന്ന ചരിത്രം. ഞങ്ങൾ ആദ്യമായി ചരിത്രം സൃഷ്ടിച്ചത് ഇതിലും കൂടുതൽ നുണപ്രചരണവും വ്യാജ വാർത്തകളും ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്. പത്രം തുറക്കാൻ കഴിയില്ല, ചാനലുകൾ തുറന്നാൽ ബ്രേക്കിംഗ് ന്യൂസും അന്തിച്ചർച്ചകളിലും CPM-നെയും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരുന്ന 2020 സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ആ ഡിസംബറിലാണല്ലോ തെരഞ്ഞെടുപ്പ്. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അങ്ങേക്കറിയാം. വലിയ തരത്തിലുള്ള ആക്രമണത്തെ അതിജീവിച്ചിട്ടാണ് ഭരണ തുടർച്ചയിലേക്ക് രണ്ടാമതും ഞങ്ങൾ ചരിത്രം സൃഷ്ടിച്ചെഴുതിയത്. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി ഇവിടെ പറഞ്ഞല്ലോ, പലരും റിബലാണ്, അതാണ് ഇതാണെന്ന്. അങ്ങ് അറിഞ്ഞോ, ചൂരൽമല മുണ്ടക്കൈയിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതാവ് നസീർ ആലങ്കൽ അടക്കം 30 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാര് ഇന്ന് CPM ചേർന്നു. എന്താ കാരണം? നിങ്ങൾ 1000 വീട് പറഞ്ഞു, 500 വീടായി, പിന്നെ 100 വീടായി. യൂത്ത് കോൺഗ്രസിന്റെ 30 വീടായിരുന്നു. പിന്നെ കർണാടകത്തിലെ കോൺഗ്രസ് അവിടുത്തെ ഗവൺമെന്റ് സ്പോൺസർ ചെയ്ത 100 വീട്, രാഹുൽ ഗാന്ധിയുടെ വീട്, ഇതൊക്കെ കൊടുത്ത് അവിടുത്തെ പട്ടിണി പാവങ്ങളിൽ ചില കോൺഗ്രസ് നേതാക്കന്മാരും പ്രവർത്തകരും ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ടൗൺഷിപ്പിൽ വീട് വേണ്ട, ഞങ്ങൾ പുറത്ത് കോൺഗ്രസ്സുകാരാൽ പണിത് തരുന്ന വീട് മതി, അതുകൊണ്ട് ഗവൺമെന്റ് തരുന്ന 15 ലക്ഷം രൂപയെങ്കിൽ തന്നേരെ, ഞങ്ങൾ പൊയ്ക്കോളാമെന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ട്. എന്നിട്ട് ഒരു വീട്, 1 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു കല്ലിടാൻ നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ 30 കുടുംബം ഞങ്ങൾ ഇനി കോൺഗ്രസിനോട് ഇല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നും ഞങ്ങൾ ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് CPM ചേർന്നു. CPM-ന്റെ ഏരിയ സെക്രട്ടറി മാലയിട്ട് സ്വീകരിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ ആലപ്പുഴയിൽ ചെന്നപ്പോൾ അവരത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ചിരിക്കേണ്ട. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെയൊക്കെ തറക്കല്ല് വരെ ഇളകിപ്പോയി, കാലുകുത്തുന്ന മണ്ണ് വരെ ഇളകിപ്പോയി. ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന ഹൃദയപക്ഷത്തോടെ എല്ലാവരും യോജിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ശ്രീ അടൂർ പ്രകാശ് UDF-ന്റെ കൺവീനർ അല്ലേ? ഇവിടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന വാർത്ത വന്നപ്പോൾ അന്ന് അദ്ദേഹം എന്താ മാധ്യമങ്ങളോട് പ്രതികരിച്ച്? പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വെച്ചിട്ട് പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് ശുദ്ധ വിവരക്കേടല്ലേ എന്നാ ചോദിച്ചത്. ഇന്നലെ എന്താ അദ്ദേഹം പറഞ്ഞേ? ആ അതിജീവിതയുടെ കേസ് നമ്മളെല്ലാം വളരെ ആഗ്രഹിച്ചിരുന്ന ആ വിധി അതിശക്തമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോയിട്ടും അതിൽ 8ാം പ്രതിയെ ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിന്റെ അപ്പീലും മറ്റു കാര്യങ്ങളുമായിട്ട് ഗവൺമെന്റ് പോകും എന്ന് അപ്പോൾ തന്നെ പറഞ്ഞപ്പോൾ സർക്കാർ അപ്പീലിന് പോകുന്നത് വേറെ പണിയൊന്നുമില്ലാഞ്ഞിട്ടാണ് എന്ന് UDF-ന്റെ കൺവീനറാ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന എല്ലാ കേസും എടുത്ത് പരിശോധിക്ക്. നിങ്ങൾ ആരൊക്കൊപ്പ വേട്ടക്കാരനൊപ്പം നിൽക്കും, അതിജീവിതയെ ആക്ഷേപിക്കും, അതിജീവിതയെ അപമാനിക്കും, എന്നിട്ട് ചില ഘട്ടങ്ങളിൽ വന്ന് പറയും ഞങ്ങൾ അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പറയും. അപ്പൊ ഇതൊക്കെ ജനം തിരിച്ചറിയുന്നുണ്ട്. ഏത് രാഷ്ട്രീയ വിഷയം ചർച്ച ചെയ്താലും ഇപ്പൊ സപ്ലൈകോ നിറഞ്ഞു കവിഞ്ഞല്ലോ ഓണത്തിന്. നിങ്ങൾ പറഞ്ഞില്ലേ ഓണത്തിന് ട്രഷറി പൂട്ടും, സപ്ലൈകോ തുറക്കില്ല, ഒറ്റ സാമഗ്രി ഉണ്ടാവില്ല, അതുപോലെ തന്നെ പെൻഷൻ മുടങ്ങും എന്നൊക്കെ പറഞ്ഞ് ആഘോഷിച്ചതല്ലേ നിങ്ങൾ? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് തന്നെ ആ പറവൂര് പ്രസംഗം നടത്തിക്കൊണ്ട് പറഞ്ഞു ഈ സപ്ലൈകോ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന്. പെൻഷൻ കമ്പനികളുടെ മേൽ വ്യത്യസ്ത നിബന്ധനകൾ കൊണ്ടുവന്ന പെൻഷൻ തകർത്തിൽ 8 മാസം കുടിശ്ശിക വരുത്തിയില്ലേ? ഇപ്പൊ പെൻഷൻ കുടിശ്ശികയുള്ള ഒരു നാടാണോ നമ്മുടെ നാട്? അത് അടുത്ത മാസം ഇപ്പൊ ക്രിസ്മസിന്റെ വരെ നമ്മൾ കൊടുക്കുകയല്ലേ? അപ്പൊ ഓരോ മേഖല എടുത്ത് പരിശോധിക്കും. കടത്തിന്റെ കാര്യത്തിലായാലും ഒന്നറിയോ ഒറ്റ കാര്യം, 2025 ജനുവരി മുതൽ അല്ല നിങ്ങൾ കേൾക്കൂ നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. 2025 ജനുവരി മുതൽ ജൂൺ വരെ 6 മാസം കൊണ്ട് ഈ കേരളത്തിൽ വന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിക്ക് അറിയാമോ? 1,23 ലക്ഷമാണ്. അതായത് 6 മാസം കൊണ്ട് ഈ കേരളത്തിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കേരളത്തിലെ ജനസംഖ്യയുടെ 1/3 1,23 ലക്ഷം. അതായത് കേരളം മാറുകയാണ്. ഇവിടെ ഒന്നും വരില്ല എന്ന് പറഞ്ഞവരൊക്കെ തിരുത്തി പറയുകയാണ്. വേൾഡ് ട്രേഡ് സെന്റർ പോലും നിക്ഷേപം ഇറക്കാൻ ഈ കേരളത്തിലേക്ക് വരികയാണ്. മൊത്തം ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു. വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് ആ വിവാഹ സ്റ്റേജിൽ നിന്നുകൊണ്ട് മൊബൈലിൽ ഒരു ക്ലിക്ക് കൊടുത്താൽ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന തരത്തിൽ എല്ലാ മേഖലയും ഡിജിറ്റലൈസേഷൻ പൂർത്തീകരിച്ചു. അങ്ങനെ മാറുന്ന ഒരു നാട് ലോകത്ത് എവിടെയാ ഉള്ളത്? നിയമന നിരോധനം ഒരിക്കലും ഇല്ലാത്ത, അഴിമതി ഇല്ലാത്ത 10 വർഷം, പവർ കട്ട് ഇല്ലാത്ത 10 വർഷം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത 10 വർഷം, ക്ഷേമ പെൻഷൻ മുടങ്ങാത്ത 10 വർഷം, ട്രഷറി മുടങ്ങാത്ത 10 വർഷം, അതുപോലെ പാഠപുസ്തകങ്ങൾ മുടങ്ങാത്ത 10 വർഷം, വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത 10 വർഷം, അതുപോലെ സ്കൂൾ അടച്ചുപൂട്ടാത്ത 10 വർഷം, പൊതുകലാശ വ്യവസായങ്ങൾ അടച്ചുപൂട്ടാത്ത 10 വർഷം. ഇങ്ങ് എടുത്തു നോക്ക്. ഈ 10 വർഷത്തെ നേട്ടങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനിരുന്ന നാളെ പുലർച്ചെ ആയാലും ആ നേട്ടങ്ങളുടെ പട്ടിക തീരില്ല. കോൺഗ്രസിന് എന്താ പറയാനുള്ളത്?
നിങ്ങൾ ഒരു വീട് ഒരു കല്ലിട്ടിട്ട് വന്നിട്ടാണോ പട്ടിണി പാവങ്ങളുടെ പേര് പിരിച്ച പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുക? ലക്ഷക്കണക്കിന് രൂപ തന്നു എന്ന് നിങ്ങളുടെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞതാണ്. മണ്ഡലം കമ്മിറ്റി പറഞ്ഞല്ലോ 7 ലക്ഷം രൂപ കൊടുത്തു, 140 മണ്ഡലം ഇല്ലേ? ആ കോടികൾ എവിടെ പോയി? ആ കോടികൾ എവിടെ പോയി എന്ന് ജനം ചോദിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ പറഞ്ഞ ഏതെങ്കിലും വാക്ക് പാലിക്കാത്തതുണ്ടോ? വീട്ടമ്മമാരുടെ പെൻഷനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എത്ര ആക്ഷേപിച്ചു? നിങ്ങൾ കുറെ ആക്ഷേപിച്ചില്ലേ? 34.5 ലക്ഷം പേർക്ക് ആ വീട്ടമ്മമാർക്ക് പെൻഷൻ കിട്ടാൻ പോകുന്നത്. അങ്ങനെ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിക്കുന്ന പിന്നെ ഇവിടെ നിരീക്ഷകൻ പറഞ്ഞല്ലോ BJP ആയിട്ട് ഒരു ബന്ധം. എന്തിനാണ് ഇങ്ങനെയൊക്കെ ആക്ഷേപം ഉന്നയിക്കുന്നത്? ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും വോട്ട് വേണ്ട എന്ന് എല്ലാ ഘട്ടത്തിലും അന്തസ്സായി ഞങ്ങൾ പ്രഖ്യാപിക്കുക. പക്ഷെ കോൺഗ്രസ് എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് SDPഐയും ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ട്, നീക്കുപോക്കുണ്ട്. എന്താ ഈ നീക്കുപോക്ക്? ചില മണ്ഡലങ്ങളിൽ ഞങ്ങൾ അങ്ങോട്ട് സഹായിക്കാം, അടുത്ത മണ്ഡലങ്ങളിൽ ഇങ്ങോട്ട് സഹായിക്കണം. അതായത് LDFനെ നേരിടാൻ വർഗീയ കക്ഷികളുടെ പിന്തുണ പരസ്യമായിട്ടില്ലാതെ കോൺഗ്രസിന് ഇനി പൊതുരാഷ്ട്രീയത്തിൽ നിൽക്കാനേ കഴിയില്ല എന്ന് വ്യക്തമായി അവർ അംഗീകരിച്ചിരിക്കുന്നു. VD സതീശൻ തന്നെ പറയുകയാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയി എന്ന് പറയുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ആ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പുറകോട്ട് പോയി എന്ന്? 1956 അവരുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്ന് പോലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരാളും പറഞ്ഞിട്ടില്ല. അപ്പൊ അവരുടെ നയം തീരുമാനിക്കുന്നതും കോൺഗ്രസ് ആയി മാറുകയാണ്. ഇതെല്ലാം ജനം കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ വികസനത്തിനാണ് വോട്ട്, ക്ഷേമ പദ്ധതികൾക്കാണ് വോട്ട്, പശ്ചാത്തല സൗകര്യങ്ങൾക്കാണ് വോട്ട്, അതുപോലെ ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന പ്രകൃതി ദുരന്തങ്ങളിലെല്ലാം അവർ ഹൃദയത്തോട് ചേർന്ന് അവരെ സംരക്ഷിക്കുന്ന മുന്നണിക്കാണ് വോട്ട്. അതുകൊണ്ട് ചരിത്രം 3ാമത്തെ തവണയും ആവർത്തിക്കും. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട്, ഇത് 2025 വീണ്ടും ഞങ്ങൾ ചരിത്രം സൃഷ്ടിച്ച് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ട് വിജയം ഞങ്ങൾക്ക്. പത്രം വായിക്കാത്ത, റേഡിയോ കേൾക്കാത്ത, TV കാണാത്ത CPM കോമ്രേഡുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ക്ലാസ്സായത്. ശരി, കാരണം അവർക്ക് കഥ അറിയത്തില്ലല്ലോ. പൊട്ടനാട്ടം കാണുന്ന പോലെ ഇത്തരം സഹാക്കൾ പോയിരുന്നു പറയുന്ന കേട്ടോളൂ. ജനങ്ങൾ കേൾക്കുന്നുണ്ട് മിസ്റ്റർ. ജനങ്ങൾ രണ്ടുപേർക്കും ഇനി അവസരമുണ്ട്. ആദ്യം ഒരു കല്ലിട്ട് കല്ലിട്ടിട്ട് വന്നിട്ടിരിക്കുക. കേരളം മുഴുവൻ കല്ലിട്ടല്ലോ. 14 ജില്ലയിൽ കല്ലിടലാണെന്നല്ലോ പണി. പറഞ്ഞ ഒരു വാക്ക് പാലിച്ചിട്ട് വാ. ഒരു വാക്ക് ആ പിരിച്ച പൈസ കൊണ്ടുവന്നേ, ആ പിരിച്ച പൈസ കൊണ്ടുവന്ന് പുട്ടടിക്കാതെ ഒരു കല്ലിട. ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര കോടി രൂപ വന്നു? അവിടെ എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞത്? കല്ലിട്ടിട്ട് ദുരിതാശ്വാസം നമുക്ക് ചർച്ച ചെയ്യാൻ അടുത്ത റൗണ്ടിൽ വരാം. അടുത്ത റൗണ്ടിൽ അതിലേക്ക് വരാം. ശ്രീ ശങ്കുട്ടിദാസ്, ഇവിടെ രാഷ്ട്രീയമായി കൂടി നോക്കുമ്പോൾ നിലവിൽ ഒരു കോർപ്പറേഷനും ഇല്ല, 2 മുനിസിപ്പാലിറ്റിയാണ് BJPക്കുള്ളത്. കാര്യമായ നമ്പേഴ്സ് ഇല്ല, ജില്ലാ പഞ്ചായത്തുകളില്ല. നമ്മളിതിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഡ്രസ് റിഹേഴ്സലായി കാണണമല്ലോ. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ 2 പക്ഷത്തു നിന്നുള്ള വോട്ടിംഗ് ജയസാധ്യത കൂടി കണക്കിലെടുത്താവും. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ആന്റി ഇൻകംബൻസിയുടെ ഗുണഭോക്താവ് BJP ആയി മാറും എന്ന്. അപ്പോൾ ഈ സർക്കാരിനെ മാറ്റാൻ കഴിവുള്ളവർക്ക് വോട്ട് എന്നായിരിക്കുമല്ലോ ഭരണവിരുദ്ധ വികാരമുള്ള ആളുകൾ ചിന്തിക്കുക. അപ്പോൾ നമ്പേഴ്സ് കോൺഗ്രസിന്റെ പക്ഷത്താണ് കൂടുതലെങ്കിൽ അവിടെ കാര്യങ്ങൾ മാറിമറിയും. അപ്പോൾ BJPയെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായി എന്തെങ്കിലും പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾ 2ാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം കോർപ്പറേഷനും നിങ്ങൾക്ക് MP ഉള്ള തൃശ്ശൂർ കോർപ്പറേഷനും ഒക്കെ ജയിക്കണ്ടേ? 2 കോർപ്പറേഷനെങ്കിലും ജയിക്കാതെ BJPയെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആത്മവിശ്വാസത്തോടു കൂടി പോകാനുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ടോ? നോക്കൂ, അങ്ങയുടെ ചോദ്യം വളരെ കൃത്യമാണ്. നമ്മുടെ ഒരു പൊതുവെയുള്ള വോട്ടിംഗ് ശൈലി എങ്ങനെയാണ്? ഒരാളെ റീപ്ലേസ് ചെയ്യാനാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. LDF ഭരിച്ചു കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് അവർ അത്രയും അടുക്കുകയും വെറുക്കുകയും ചെയ്യുന്നതുകൊണ്ട് LDFനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി സ്വാഭാവിക ഗുണഭോക്താവ് അപ്പോൾ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന UDF ആവുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഒരു ചിത്രം. ഓരോ തവണയും ഈ വറചട്ടിക്കും എരി തീൽക്കിടയിൽ നിന്ന് തന്നെ ഒന്നിനെ തിരഞ്ഞെടുക്കുന്ന, ചെകുത്താനും കടലിനിടയിൽ നിന്ന് മാത്രം ചോയ്സ് സ്വീകരിക്കുന്ന, വലത്തെ കാലിലെ വന്ന് ഇടത്തെ കാലിലേക്ക് മാറ്റുന്ന നമ്മുടെ ശൈലിയുടെ കുഴപ്പം ഈ നെഗറ്റീവ് വോട്ടിംഗ് ആണ്. ജയിപ്പിക്കാനല്ല വോട്ട് ചെയ്യുന്നത്, ആരെങ്കിലും തോൽപ്പിക്കാനാണ് വോട്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്ട്രാറ്റജിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. അവിടെയാണ് അങ്ങ് പറഞ്ഞ കാര്യത്തെ ഞങ്ങൾ തിരുത്തുന്നത്. ശ്രീ അമിത്ഷാ ഇത്തവണ തിരുവനന്തപുരത്ത് വെച്ച് വാർഡ് തല നേതൃയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞത് എല്ലാ തവണത്തെയും പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനലല്ല നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് കേരളത്തിലെ BJPയെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ എന്നാണ്.
ഇതിനെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള മത്സരമായിട്ട് ഞങ്ങൾ കാണുന്നത്. കാരണം മലയാളിയുടെ മൈൻഡ് സെറ്റിനെ തന്നെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ബിൽഡ് ചെയ്യാനുള്ള തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതായത് ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ബി ജെ പി ജയിക്കും, LDF-നെ തോൽപ്പിക്കാൻ എപ്പോഴും UDF-നെ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇവിടെ ഒരു വിന്നബിലിറ്റി എന്ന് പറയുന്ന സംഗതിയുണ്ട്. ബി ജെ പിക്ക് വോട്ട് ചെയ്താലും ബി ജെ പി ജയിക്കില്ല, അതുകൊണ്ട് LDF തന്നെ ഭരിക്കും, അതുകൊണ്ട് UDF-ന് വോട്ട് കൊടുക്കാമെന്ന മനോഭാവത്തിൽ നിന്ന് മാറി നിങ്ങൾ വോട്ട് ചെയ്താൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റുമെന്നും ജയിച്ചാൽ ഞങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്നും കാണിക്കുന്നൊരു തെരഞ്ഞെടുപ്പാണ്. നോക്കൂ, ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ ആനുകൂല്യമുണ്ട്. എന്താണ്? 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി 1-ാം സ്ഥാനത്താണ്, 8 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി 2-ാം സ്ഥാനത്താണ്. വളരെ നേരിയ വ്യത്യാസത്തിൽ 2-ാം സ്ഥാനം നഷ്ടപ്പെട്ടിട്ടുള്ള 6 മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അതായത് 25 മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള മത്സരം നടത്താൻ ശേഷിയുള്ള ഒരു സംവിധാനമായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ട്. 20% വോട്ടിലേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. 20% എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് സെഫോളജിയിൽ. 20% ബാരിയർ എന്ന് പറയും. ഏതെങ്കിലും ഒരു പാർട്ടി 20% കടമ്പ മറികടന്നാൽ പിന്നെ അത് കേവലം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല, അതൊരു സോഷ്യൽ ഫോഴ്സാണ്. സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന, അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ സമൂഹത്തിൽ ചർച്ചകൾ സാധ്യമല്ലാത്ത രീതിയിൽ ഒരു ശക്തിയായി മാറുന്ന ബി ജെ പിയുടെ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിച്ചാൽ ഏതെങ്കിലും സംസ്ഥാനത്ത് ബി ജെ പി ഏതെങ്കിലും ഘട്ടത്തിൽ 20% വോട്ട് ഷെയർ മറികടന്നിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനം ബി ജെ പി പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ 20% മാർക്ക് കടന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. ഞങ്ങൾ വലിയൊരു ലക്ഷ്യം വെച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തന പദ്ധതി വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം 25% വോട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, ഒരു ബമ്പ് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. 5% ജമ്പിനെയാണ് ഈ സെഫോളജിയിൽ ബമ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബമ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വല്ലാത്തൊരു മുന്നേറ്റം സ്വാഭാവികമായി തന്നെ നൈസർഗികമായി തന്നെ സംഭവിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? കേരളത്തിലെ 6 കോർപ്പറേഷനിൽ ഒരു കോർപ്പറേഷനെങ്കിലും ജയിക്കുക എന്നുള്ളതാണ്. കേരളത്തിലെ 87 മുനിസിപ്പാലിറ്റികളിൽ 20 മുനിസിപ്പാലിറ്റികൾ ജയിക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ ഈ പറയുന്ന 971 ഗ്രാമപഞ്ചായത്തുകളിൽ 200ഓളം ഗ്രാമപഞ്ചായത്തുകൾ ജയിക്കുക എന്നുള്ളതാണ്. 20,000-ഓളം വാർഡുകളിൽ 23,000 വാർഡുകളാണുള്ളത്. 20,000 വാർഡ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട്. ഏറ്റവും അധികം വാർഡുകൾ സ്ഥാനാർത്ഥി നിർത്തുന്നത് ഞങ്ങളാണ്. ഇത്തവണ 6,000 വാർഡുകൾ ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ ബി ജെ പി നേടിയിട്ടുള്ള 2 ഇരട്ടിയുടെ വർധന വളരെ ടാഞ്ചിബിളായി നിൽക്കുകയും അത് ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ സൃഷ്ടിക്കുകയും ചെയ്താൽ 2026 ഞങ്ങൾക്ക് സ്വാഭാവികവും നൈസർഗികവുമായിട്ടുള്ള ജയം ഉണ്ടാവുന്നുള്ളതാണ്. അതിനുള്ള തയ്യാറെടുപ്പ് കളരിയായി തന്നെയാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിടുന്നത്. അതിനുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ റിസൾട്ടും ഉണ്ടാവും. ശരി, അതാണ് അവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഈ 3-ാം കക്ഷിയുടെ അല്ലെങ്കിൽ 3-ാം മുന്നണിയുടെ പ്രസക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ NDA മുന്നണിക്ക് പോൾ ചെയ്യുന്ന അത്രയും വോട്ടുകൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലോ പോൾ ചെയ്യാറില്ല. 30 ലക്ഷം വോട്ട് 2019 പോൾ ചെയ്ത ഘട്ടത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം നേടുകയാണെന്ന് തോന്നിച്ചെങ്കിൽ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 ലക്ഷം വോട്ട് കുറയാണ്. ഇത് 2021 25 ലക്ഷത്തിലേക്ക് താണു. ബി ജെ പിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ തെക്കൻ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ചില മണ്ഡലങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാണ് ശ്രീ അഭിലാഷ്. അവിടെ ഞാനൊന്ന് തിരുത്തട്ടെ. എന്താ? ഒറ്റ മിനിറ്റ്, ഒറ്റ വാചകം കൊണ്ട് ഞാൻ തിരുത്താം പെട്ടെന്ന്. അവർ 2016 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതല്ല. ബി ജെ പിക്ക് 2 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നോമിനേഷൻ പേപ്പറിൽ പ്രശ്നമുള്ളതുകൊണ്ട് ഗുരുവായൂർ മണ്ഡലത്തിലും കണ്ണൂർ മണ്ഡലത്തിലും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. പിന്നെ മുന്നണി സമവാക്യത്തിന്റെ ഭാഗമായി BDJS-ന്റെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ പല മണ്ഡലങ്ങളിലും പരീക്ഷിച്ചു. ബി ജെ പി വോട്ടുകൾ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടില്ല. പല സ്ഥലത്തും ഞങ്ങൾ മുന്നണി പരീക്ഷണത്തിന്റെ ഭാഗമായി മറ്റ് സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഓവറോൾ ചേഞ്ച് ഉണ്ടായതല്ലാതെ വലിയ ഇടിവ് ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ സ്വാഭാവികമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. അല്ലാതെ NDAയുടെ വോട്ട് ഷെയറാ പറഞ്ഞു. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടിനും 2 പാറ്റേൺ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വലിയ വോട്ട് 2021 കിട്ടിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഫൈൻ. അപ്പോ ഞാൻ ചോദിക്കുന്നത് ശ്രീ മോഹൻ വർഗീസ്, ഓക്കെ ഫൈൻ, ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു 3-ാം ശക്തി വരണം എന്നുണ്ടെങ്കിൽ അവർ ഡെലിവർ ചെയ്ത് കാണിക്കണം. അപ്പോൾ തിരുവനന്തപുരം കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ള കോർപ്പറേഷനാണ്. അപ്പോൾ ജയിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ ജയിച്ച് കാണിക്കുക. അത് തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞു. പക്ഷേ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇവിടെ ഇപ്പോൾ വിശദീകരിച്ചതുപോലത്തെയുള്ള ഒരു പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിലവിലുള്ള ഗ്രൗണ്ട് പരിശോധിച്ചാൽ എന്ത് തോന്നി? നിലവിൽ ആകെയുള്ള ബി ജെ പിക്ക് ഭരണത്തിലെത്താൻ കഴിഞ്ഞത് 2 മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ്, പാലക്കാടും പന്തളവും മുനിസിപ്പാലിറ്റി. ഇവിടെ രണ്ടും ഒരു ഇൻകംബന്റ് എന്ന നിലയിൽ ബി ജെ പി ചെയ്തത് മറ്റേത് രാഷ്ട്രീയ കക്ഷി ചെയ്തതിനേക്കാൾ കൂടുതലോ കുറവോ ആണ് എന്ന് പറയാനാവില്ല. അത് മാത്രമല്ല, ചില പടലപിണക്കങ്ങൾ സ്വാഭാവികമായി ഏത് പാർട്ടിയിലും ഉണ്ടാകാവുന്ന തരത്തിലുള്ള പടലപിണക്കങ്ങൾ 2 നഗരസഭയിലും ഉണ്ടായി, ബി ജെ പിക്കുള്ളിലും ഉണ്ടായി. അത് മാറ്റിവെച്ചുകൊണ്ട് ഒരു പ്രതീക്ഷയാണ്. കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തെ ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നു എന്ന അത് വളരെ കൃത്യമാണ്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അതുപോലെ പാർട്ടി അടിസ്ഥാനത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്താൽ
ഭാരതീയ ജനതാ പാർട്ടി തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി തന്നെയാണ് തീർച്ചയായും. പക്ഷെ അതുപോലെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. മുൻകാലങ്ങളിലും പാർലമെന്റ് ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന വൻപിച്ച മുന്നേറ്റം ഇപ്പോൾ ഈ 19.89% എൻ്റെ ഓർമ്മ. BJP അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ഷെയർ അത് കൃത്യമാണ്. ശ്രീ ശങ്കുദാസ് പറഞ്ഞ കണക്കുകൾ കൃത്യമാണ്. കേരളത്തിലെ 19 മണ്ഡലങ്ങളിൽ അതിൽ 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്തും 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനവും BJP നേടി. അത് വലിയൊരു കാര്യമാണ്. അതാണ് ത്രഷ് ഹോൾഡ് എന്ന് പറയുന്നത്, 20% വോട്ട്. ആ 20% വോട്ടിൽ നിന്നും ഒരു 33%ത്തിലേക്കുള്ള പടർന്നാട്ടം അല്ലെങ്കിൽ പടർന്നു കയറ്റം, അതാണ് വിജയപരാജയങ്ങളെ തീരുമാനിക്കുന്നത്. ആ രീതിയിൽ നോക്കുമ്പോൾ അത് കോൺസെൻട്രേറ്റഡ് ആയ ചില ബെൽറ്റുകളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ ലിമിറ്റിനുള്ള ഉള്ളിലുള്ള ചില ബെൽറ്റുകളിൽ, അല്ലെങ്കിൽ പാലക്കാട് മണ്ഡലം, അതുമല്ലെങ്കിൽ ഇപ്പോൾ വലിയ പ്രതീക്ഷയുള്ള കായംകുളം നിയമസഭാ സെഗ്മെന്റ്, അതുമല്ലെങ്കിൽ മഞ്ചേശ്വരം, പരമ്പരാഗതമായി BJPക്ക് ശക്തിയുള്ള കെ സുരേന്ദ്രനൊക്കെ നാമമാത്രമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ട മഞ്ചേശ്വരം, ഈ ഭാഗങ്ങളിൽ BJPയുടെ ശക്തി കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒരു പാൻ കേരള അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഇപ്പോഴും BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും 3ാം കക്ഷി തന്നെയാണ്. അതുകൊണ്ട് ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് വരുമ്പോൾ ജയപരാജയങ്ങൾ എന്ന് പറയുന്നത് UDF LDF എന്ന നറേറ്റീവിൽ നിന്നുകൊണ്ടാണ് നിൽക്കുന്നത്. പക്ഷേ തദ്ദേശത്തിൽ ഒരു ചില മേഖലകൾ, പ്രത്യേകിച്ച് ചില 4 or 5 നഗരസഭകളെങ്കിലും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഡബിൾ ഡിജിറ്റ് നഗരസഭകൾ കേരളത്തിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് അസാധ്യമായ കാര്യമൊന്നുമല്ല. BJPക്ക് നടുവ് നിവർന്ന് നിൽക്കാൻ സാധിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വളരെ ആർജവത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏതെങ്കിലും കാരണവശാൽ വിജയിക്കാനാവാതെ പോവുകയോ ഒരു 2ാം സ്ഥാനത്ത്, തീരെ പിന്നിലുള്ള 2ാം സ്ഥാനത്ത് ആയി പോവുകയോ ചെയ്താൽ യഥാർത്ഥത്തിൽ ആ സ്ട്രൈക്കിംഗ് എബിലിറ്റിയെക്കുറിച്ച് ഭാവിയിലും സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം, UDFനും LDFനും മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന വളരെ പ്രധാനമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട്, ശബരിമല വിഷയം ഉൾപ്പെടെ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് BJP വിശ്വാസ സംരക്ഷണ ജാഥകൾ നടത്തിയ അതേ ആർജവത്തിൽ എന്തുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് നേരെ അതിശക്തമായ തെരുവിലേക്ക് ഇറങ്ങിയില്ല എന്നത് പലരും വളരെ സാഹുതം വീക്ഷിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ മൂർച്ച, ആ ഒരു ഗവൺമെന്റിനെതിരെയുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന ദേവസ്വം ബോർഡ് നടത്തിയെന്ന് കരുതപ്പെടുന്ന ആ കൊള്ളക്കെതിരെയുള്ള വലിയ പോരാട്ടം BJP ഏറ്റെടുത്ത് കാണുന്നില്ല എന്നതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നതിന് അവിടെ ശ്രീ മോഹൻ വർഗീസ് പല BJP നേതാക്കളും പറഞ്ഞത് 2018-19 കാലയളവിൽ ഞങ്ങൾ തെരുവിലിറങ്ങി, ഇലക്ഷനിൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടിയത് കോൺഗ്രസിനാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ട് കോൺഗ്രസ് ജയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് പലരും സ്വകാര്യ സംഭാഷണത്തിൽ ഓണറായിട്ടല്ല കേട്ടോ പറയാറുണ്ട്. ഇനി അതാണോ കാരണം എന്നുള്ളത് അറിയില്ല. ശ്രീ അനിൽ ബോസ്, ഇവിടെ ഇപ്പോൾ നോക്കൂ, UDF കഴിഞ്ഞ 2 ടേമായി സംസ്ഥാന അധികാരത്തിന് പുറത്തു നിൽക്കുകയാണ്. പിണറായി വിജയന്റെ 9.5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു ചൂണ്ടുപലക എന്നുള്ള നിലയിലാണ് കൃത്യമായും ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. കേരളം ആന്റി ഇൻകംബൻസി ഉള്ള ഭരണവിരുദ്ധ വികാരമുള്ള സംസ്ഥാനം തന്നെയാണ്. അതിനെ എങ്ങനെ പൂൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിരിക്കും. അപ്പോൾ ഒരു 3ാം കക്ഷി അവിടെ കുറേ ഭരണവിരുദ്ധ വികാരമുള്ള വോട്ടുകൾ ശേഖരിച്ചു കൊണ്ടുപോയാൽ ബുദ്ധിമുട്ടാവുമല്ലോ. ഈ ആന്റി ഇൻകംബൻസിയുടെ സിംഗിൾ ബെനിഫിഷ്യറി ആവാൻ UDFന് കഴിയുന്ന കാലം പോയോ? അല്ല, അത് നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ നമുക്ക് ബോധ്യമാകും. നിലവിൽ BJP കേരളത്തിൽ വോട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അവർ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു വർഗീയ ഏകീകരണത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊക്കെ വളരെ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. മോഹൻ വർഗീസ് തന്നെ സൂചിപ്പിച്ചത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ BJP എടുത്ത അവസരവാദ സമീപനം. CPMനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും കേരളത്തിൽ ചെയ്യുന്നില്ല. കാരണം കേരളത്തിൽ എന്തിനാണ് BJP വരേണ്ടത്? ഇപ്പം കോൺഗ്രസ് കൊള്ളില്ല, അല്ലെങ്കിൽ CPM കൊള്ളില്ല എന്നൊരു തേർഡ് ഓപ്ഷൻ എന്നുള്ള നിലയിൽ BJP എമർജ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ജനങ്ങൾ അതിലേക്ക് അഭിനിവേശം അവർക്കുണ്ടാകണം. കേന്ദ്ര സർക്കാർ എന്തൊക്കെയോ മാസ്മരികമായി ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ വളർത്തിയെടുത്ത് അവർക്ക് ഒന്നാമതായി വരണമെങ്കിൽ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അവർ നടത്തണം. ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കോൺഗ്രസ് പരാജയപ്പെടുക എന്നത് മാത്രമാണ്, CPM പരാജയപ്പെടണമെന്നില്ല. അപ്പോൾ CPM അധികാരത്തിലിരിക്കുന്നതും BJP അധികാരത്തിലിരിക്കുന്നതും ഒരുപോലെ കാണുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ ഇവരുടെ ബന്ധം, ഇവരുടെ യോജിപ്പ്, ഇവരുടെ ഐക്യം നമുക്ക് പലതിലും കാണാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ കേരള ഗവൺമെൻറ് പ്രതിസന്ധിയിലാകുമ്പോൾ ഒന്നുകിൽ ഗവർണർ ഇറങ്ങും, അല്ലെങ്കിൽ ED ഇറങ്ങും. 2 നോട്ടീസ് അയക്കും, 2 ചർച്ചയും. വേറെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിൻ്റെ തുടർ നടപടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിൻ്റെ ഒരു വലിയ പോരാട്ടത്തിലേക്ക് പോയി കേന്ദ്ര സർക്കാർ, ഇനി അവർ പറയുന്ന BJPയുടെ രാഷ്ട്രീയമാണെങ്കിൽ CPM ഗവൺമെൻറ് തെറ്റായ നയങ്ങൾക്കെതിരെ കിട്ടുന്ന ഒരു അവസരത്തെ അവർ ആയുധമായി ഉപയോഗിച്ച് അവരെ പരാജയപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരുടെ
പകൽ പോലെ ആളുകൾക്ക് ബോധ്യമുള്ള പല കേസുകളും പിടിക്കപ്പെട്ട് നിൽക്കുമ്പോൾ അതിനെതിരായ നടപടി സ്വീകരിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ? ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടോ? പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയല്ലേ, അംഗബലം കൂടുതലുള്ള കേഡറുകൾ ഉണ്ടെന്ന് പറയുന്ന പാർട്ടിയല്ലേ, എത്ര പ്രതിഷേധ സമരങ്ങൾ ഈ ഗവൺമെന്റിനെതിരായി ഇവർ നടത്തുന്നു? തിരിച്ച് മുഖ്യമന്ത്രി ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും യോജിച്ച് നടന്ന രാജ്യത്തെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിനെതിരായിട്ട് നിരവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങൾ നടത്തുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എവിടെയാണ്? ഏത് തെരഞ്ഞെടുപ്പിലാണ് ഒരു ക്യാമ്പയിൻ ഒരു ദിവസത്തേക്ക് പേരിനെങ്കിലും പോയിട്ടുള്ളത്? CPM ഏറ്റവും ഉന്നതാധികാര സമിതിയിലുള്ള ആളല്ലേ, എവിടെയാണ് പോയിട്ടുള്ളത്? CPM അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുക്കുന്ന വലിയ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളെ മുഖ്യമന്ത്രിമാർ ഒരേ പ്ലാറ്റ്ഫോമിലെത്തി മോഡി സർക്കാരിനെതിരെ, BJP സർക്കാരിനെതിരെ, NDAക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ എവിടെയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി? എന്താണ് അദ്ദേഹത്തിൻ്റെ നാവ് കൊണ്ട് BJPക്കെതിരെ പറയാത്തത്? തിരിച്ചിവിടെ എന്തുകൊണ്ടാണ് BJP CPMനെതിരെ സമരം ചെയ്യാത്തത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിശ്വാസികളെ വേദനിപ്പിച്ച സ്വർണ്ണപ്പാളി വിഷയത്തിലടക്കം ഇവരെന്താണ് സമരം ചെയ്യാത്തത്? അപ്പൊ ഇവർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം BJP ആണ് കേരളം ഭരിക്കുന്നത്. നിലവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി BJP ആയിരിക്കുമ്പോൾ പിന്നെ വേറെന്തിനൊരു സർക്കാർ, വേറെന്തിനൊരു പാർട്ടി, വേറെന്തിനൊരു മുന്നണി? അതാണ് BJPയുടെ കാഴ്ചപ്പാട്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇവിടെ BJP പറയുന്ന രാഷ്ട്രീയം പൊള്ളയാണെന്നും അവരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും കേരളത്തിലെ പൊതുസമൂഹത്തിന് നന്നായി ബോധ്യമുള്ളത് കൊണ്ട് ജനങ്ങളത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കും. മാത്രമല്ലെന്നേ, അടുക്കളയിൽ തുടങ്ങുന്ന ദാരിദ്ര്യം, അവരുടെ ഓരോ നിത്യജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ ഒന്നൊന്നായി നമുക്ക് പറയാൻ എത്രയോ കാര്യങ്ങളുണ്ടെന്ന്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ജനങ്ങളെ വളരെയധികം സ്വാധീനിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തേർഡ് പാർട്ടി എന്നുള്ള നിലയിൽ BJP മുൻകാലങ്ങളിൽ നോട്ടൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ അകത്ത് അവരുടെ കപടത പൊതുസമൂഹം തിരിച്ചറിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് അവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഐക്യ ജനാധിപത്യ മുന്നണി അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് വിധി എഴുതുന്ന തെരഞ്ഞെടുപ്പായിരിക്കും. ശ്രീ അരുൺകുമാർ, ഇവിടെ ഇപ്പോ പലവട്ടം ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം CPM BJP അന്തർധാര എന്നുള്ളതാണ്. ഇവിടെ ഭരിക്കുന്നത് BJP തന്നെയാണ്. പിണറായി വിജയൻ സംഖ്യയാണെന്ന നറേറ്റീവ് വളരെ കാര്യമായിട്ട് UDF പക്ഷത്ത് നിന്ന് ഉന്നയിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലകളിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അലിഗേഷനോ അതായിരിക്കുകയും ചെയ്യും. മറിച്ച് നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉന്നയിക്കുകയും ചെയ്യുന്നു. ഈ വിഷയത്തിൽ ഉണ്ടാവുന്ന ഉൾപിരിവുകളെ എങ്ങനെയാണ്, ആശങ്കയോടുകൂടിയാണോ കാണുന്നത്? അഭിലാഷേ, രാഷ്ട്രീയത്തിൽ സത്യസന്ധതയല്ലേ വേണ്ടത്? നമ്മൾ ഏതെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ 1% ഒരു മെറിറ്റ് വേണ്ടേ? വസ്തുതയുമായി പുലബന്ധം വേണ്ടേ? കുറച്ച് നാളായിട്ട് ഇങ്ങനെ എത്ര നാളായി ആരോപണം ഉന്നയിക്കുന്നു? ഞങ്ങൾക്ക് എല്ലാ തരത്തിലും ഈ ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആരെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ തലയ്ക്ക് ഇതുവരെ വില ചോദിച്ചിട്ടുണ്ടെങ്കിൽ, വില പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ രാജ്യത്ത് RSS സഖാവ് പിണറായി വിജയന്റെ തലയ്ക്ക് വില പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വസ്തുത വേണ്ടേ? ഇവിടെ BJP ശക്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് അല്ലേ ശക്തിപ്പെടുത്തിയത്? ഇപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചു. 86,650 വോട്ടല്ലേ അങ്ങ് കുത്തി കൊടുത്തത്. ഞങ്ങൾക്കെതിരെ വലിയ ജനവികാരം ഉണ്ടെങ്കിലും ഞങ്ങൾ 16,500 വോട്ട് കൂടുതൽ കിട്ടി. തൃശ്ശൂര് നേമത്ത് ഒരു സീറ്റ് കിട്ടി. എങ്ങനെയാ ആ കോൺഗ്രസിന് കിട്ടിയ 60,000 വോട്ട് 16,000 ആയിട്ട് കുറഞ്ഞപ്പോഴല്ലേ അവിടെ BJP ജയിച്ചത്? ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് പറഞ്ഞു, പൂട്ടിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇതേ BJPയുടെ പ്രതിനിധി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞില്ലേ 33 സീറ്റ് ഞങ്ങൾ ജയിക്കും, കേരളം ഭരിക്കും. എന്നിട്ട് എന്റെ കയ്യിലിരുന്ന പോക്കറ്റിൽ കിടന്ന നിയമം പോലെ നഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ട് ഒറ്റ കാര്യം പറയാം, ഇതൊക്കെ ഉണ്ടയില്ലാ വേണ്ടി കുറെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ പറയുന്നത് വസ്തുതാപരമായിട്ടാണ്. ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് കൃത്യമായി പാലിച്ച് ജനങ്ങളോടൊപ്പം നിന്നിട്ടാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ വലിയ തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ആൾ, ഞാൻ ചോദിച്ചല്ലോ, ഒരു സെന്റ് സ്ഥലം വാങ്ങിച്ചോ? മുന്നോട്ട് വന്ന ഞങ്ങൾ മുന്നിലാണ്. ഇതുപോലെ നിരവധി 3-ാം സ്ഥാനത്താണ് ഈ മണ്ഡലങ്ങളിലൊക്കെ. അദ്ദേഹം അല്ല ഒന്നും മിണ്ടായിരിക്കും, ഞാൻ പറയട്ടെ. ആദ്യം ചർച്ച തുടങ്ങിയത് എങ്ങനെയാ? ED വന്നല്ലോ, മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ED വന്നല്ലോ. എന്നിട്ട് ഇപ്പൊ പറയാണ് CPM-ഉം BJP തമ്മിൽ വലിയ ബന്ധമാണെന്ന്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ജൂൺ മാസത്തിൽ മഴ വരുന്നത് പോലെ തെരഞ്ഞെടുപ്പ് വന്നാൽ ED അങ്ങ് വരും, നോട്ടീസ് വരും. ഇതൊക്കെ രാഷ്ട്രീയ കളിയാണെന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയും? വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് വേറെ നയമാണല്ലോ. ഈ കേരളത്തിൽ എന്ത് ദുരന്തവും വന്നോട്ടെ, ഒരു പ്രളയം വരും, ഒരു വെള്ളപ്പൊക്കം വരും, അതിനുശേഷം ഒരു ഉരുൾപൊട്ടൽ വരും, അന്നേരം ഞങ്ങൾ അങ്ങ് ആഘോഷിക്കും. അതിജീവിതയ്ക്ക് മെറിറ്റ്, എന്തെങ്കിലും ന്യായം, നീതി കിട്ടാൻ ഗവൺമെന്റ് ശ്രമിച്ചാൽ അതൊക്കെ ഗവൺമെന്റിന് വേറെ സമയമില്ലാത്തതുകൊണ്ടാണ്, സർക്കാരിന് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ആക്ഷേപങ്ങളുമായിട്ട് ഇവർ ഇറങ്ങിത്തിരിക്കല്ലേ. ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നതെല്ലാം ജനം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. BJP നേതാവിനോട് ഒറ്റ കാര്യം പറയട്ടെ, ഇനി ആരും RSS-ൽ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തില്ലേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു നേതാവ്? ഒരു കുട്ടിയെ പോലും RSS ശാഖയിലേക്ക് വിടരുത് എന്ന് ദുരന്ത അനുഭവങ്ങൾ ഉണ്ടായ ഒരു RSS-കാരൻ എഴുതി വെച്ചില്ലേ?
എന്റെ ഭർത്താവിനെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞില്ലേ എന്നല്ലേ ഇതേ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു BJP പ്രവർത്തക BJP നേതാക്കന്മാരോട് പറഞ്ഞത്. ഇതൊക്കെ ജനം കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സ്വപ്നം കണ്ടോ, നല്ല വിഭവസമൃദ്ധമായ സദ്യ കഴിക്കുന്നതായി സ്വപ്നം കണ്ടോ, ഒന്നും ഉണ്ടാവില്ല. കാരണം ബ്ലോക്കിൽ ഇത്ര, ജില്ലയിൽ ഇത്ര, കോർപ്പറേഷനിൽ ഇത്ര, ആ സ്വപ്നം 13-ാം തീയതി ഉച്ച വരെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ശരി, എല്ലാ മുന്നണികളും പ്രതീക്ഷയിൽ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. എന്തായാലും ജനങ്ങളോട് പറയാനുള്ളത്, നാളെ 7 ജില്ലകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ എല്ലാവരും സമ്മതിദാന അവകാശം വിനിയോഗിക്കൂ, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരൂ എന്നാണ്. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.